أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين، أما بعد. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله مولانا العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. من صلى علي صلاة واحدة صلى الله عليه بها عشرا، أو كما قال رسول الله. تأنس بنا هذا الوصال وذا اللقاء، محب ومحبوب وساعة خلوتي، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم. مولاي صل وسلم دائما أبدا. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ യോഗാധ്യക്ഷൻ, കോന്നി ടൗൺ മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് സലീം ആർ പുലരി സാഹിബ് അവറുകൾ, കോന്നി മുസ്ലിം ജമാഅത്തിന്റെ ആത്മീയ അധ്യക്ഷനും ഈ നാടിന്റെ ആത്മീയ പ്രവർത്തനങ്ങളുടെ ചടുലമായ ചുക്കാൻ നിയന്ത്രണം കൊടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് സക്കരിയ ബാക്കവി ഉസ്താദ് അവറുകൾ, കാലങ്ങളോളം കോന്നിയുടെയും പരിസര പ്രദേശങ്ങളുടെയും ആത്മീയമായ വിദ്യാഭ്യാസത്തിന്റെ വഴിത്താരകളെ ധന്യമാകാൻ അള്ളാഹു ഒരുപാട് തൗഫീഖ് ചെയ്ത ഈ നാടിന്റെ അഭിമാനം പ്രിയപ്പെട്ട ഹനീഫ ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട PM നാസറുദ്ദീൻ സാഹിബ് അവറുകൾ, ജലാൽ മൗലവി ഉസ്താദ് അവറുകൾ അടക്കമുള്ള പ്രിയപ്പെട്ട ഉലമാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഉമറാക്കൾ, കോന്നി മദ്രസയിലെ ശറഫുൽ ഇസ്ലാമിന്റെ ദക്ഷിണ കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രിയപ്പെട്ട അനുഗ്രഹീതരായ, നല്ല ഭാവത്തിലും നല്ല ചിന്തയിലും നല്ല രൂപത്തിലും വന്നിരിക്കുന്ന എന്റെ ഹൃദയത്തിന്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട വിദ്യാർത്ഥി മിത്രങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ദുനിയാവും ആഖിറവും വിജയിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ത്യം ഈമാനോടെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുശറഫായ മുഖം കണ്ടുകൊണ്ട് മരണവേദന മറന്നു മരിക്കാൻ അല്ലാഹു തമ്പുരാൻ ഭാഗ്യം കൊടുക്കുന്ന യഥാർത്ഥ മുഹബ്ബീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിബറകതി സയ്യിദിനാ വ ഹബീബുനാ ത്വഹ റസൂലുള്ളാഹി. പ്രിയമുള്ളവർ, കോന്നി മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട
നമ്മുടെ എല്ലാം ഹൃദയത്തിന്റെ കാതലായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ തിരുവസന്തം 1500 എന്ന ശീർഷകത്തിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയുടെ സമാപന ദുആവേദിയാണ് ഈ വേദി. മുത്തിന്റെ സന്തോഷമൊന്ന് ഇരട്ടി മധുരമെന്ന് പറയണ പോലെ ഈ നാടിന്റെ പൊന്നുമക്കൾക്കായി ഒരു സ്മാർട്ട് മദ്രസ ഞാൻ കയറി കണ്ടു. അൽഹംദുലില്ലാഹ്. നല്ല കണ്ണിന് ആനന്ദകരമായ, നമ്മുടെ മക്കൾക്കൊന്ന് വന്നിരുന്നാൽ അവർക്ക് ഉള്ളുകൊണ്ട് ആശ്വാസവും ആനന്ദവും പകരുന്ന അനുഗ്രഹീതമായൊരു മദ്രസ. അതിനുവേണ്ടി ആരൊക്കെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, സഹായിച്ചിട്ടുണ്ടോ, പടച്ച തമ്പുരാൻ മുത്തു ഹബീബിനോടൊത്ത് സ്വർഗം പങ്കിടാൻ ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവർ, നമ്മളെല്ലാം വിശ്വാസികൾ എപ്പോഴും പരിശുദ്ധമായ കലിമത്ത് തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് നിൽക്കുന്നവരാണ്, നിൽക്കേണ്ടവരുമാണ്. ഒരാണ്ടുകളുടെ വ്യതിചലിക്കുമ്പോൾ ഇസ്ലാം നമ്മളെ നിന്ന് മാറിപ്പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധമായ മുസ്ലിമീങ്ങളാണ് നമ്മൾ. പരിശുദ്ധമായ ഇസ്ലാമിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്കൊന്ന് ചാനൽ ചർച്ചകൾ പരിശോധിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ സാമൂഹിക വിഷയങ്ങളുടെ ചർച്ചകളൊക്കെ നാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് മുസ്ലിം നാമധാരികളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആ മുസ്ലിം നാമധാരികൾ തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ പ്രഭയും കെടുത്തിക്കളയുമാറ് ഖുർആനിനെയും ഹദീസിനെയും മുത്തുനബിയെ വരെ കുതിര കയറുന്ന ഒരു ദുരവസ്ഥ ഇന്നിന്റെ സമകാലീന ലോകത്തുണ്ട് എന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല. അള്ളാഹു അവർക്കൊക്കെ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. നമുക്കുള്ളത് ഷഹാദത്ത് കലിമ രണ്ടെണ്ണമാണ്. ഷഹാദത്ത് കലിമ രണ്ടെണ്ണമാണ്. ഇന്നൊരു മനുഷ്യൻ മുസ്ലിമാകാൻ ആഗ്രഹിച്ച് മുന്നോട്ട് വന്നാൽ ഒരു ഷഹാദത്ത് പറഞ്ഞാൽ പോലെ 2 ഷഹാദത്ത് കലിമ പറയുമ്പോഴാ മുസ്ലിമാവാം. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണെന്ന് നമ്മൾ പറയും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊരു ഷഹാദത്ത് കലിമയാണ്. ഇതൊരു 10,000 വട്ടമല്ല, 1 കോടി വട്ടം പറഞ്ഞാലും ഒരാൾക്ക് മുസ്ലിമാവാൻ കഴിയോ? ഇല്ല. പറ്റോ? രണ്ടാമത് പറയണം. രണ്ടാമത്തെ കലിമ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. രണ്ടാമത്തെ കലിമയും കൂടി ചേരുമ്പോഴാണ് ഇതിന് പൂർത്തീകരണം വരിക. ഇത് നമ്മളാരും പടച്ചു വെച്ച നിയമമില്ല. അള്ളാഹു തമ്പുരാൻ ആര് മുസ്ലിമാകണം, എങ്ങനെ മുസ്ലിമാകണമെന്ന് തീരുമാനിച്ച അതേ പടച്ച തമ്പുരാൻ ആ മുസ്ലിമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറിച്ചു വെച്ച പരിശുദ്ധമായ കലിമത്തൈ ഷഹാദ. 2 ഷഹാദത്തുകൾ നമുക്കുണ്ട്. ഇത് രണ്ടും പൂരകങ്ങളാണ്. ഒരുപോലെ കൊണ്ടുപോകാൻ മടക്കുന്നവനാ മുസ്ലിം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഒന്നിനു വേണ്ടി ഒന്നിന്റെ സ്ഥാനം കുറയ്ക്കുമ്പോ അവന്റെ ഈമാൻ ആ കപ്പലേറണേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ അർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോ പരിശുദ്ധമായ കലിമത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സുന്ദരമായ കലിമത്തെ തൗഹീദിന്റെ കൂടെ പരിശുദ്ധമായ റബീഇന്റെ സുന്ദരമായ ആദ്യ വസന്തത്തിൽ അല്ലാഹു തമ്പുരാൻ പറഞ്ഞ നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണമായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഇതുകൂടി ചേർത്ത് വെക്കാനാണ് കോമി മുസ്ലിം ജമാഅത്തിന്റെ നബിദിന തിരുവസന്തം 1500 ശ്രമിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കട്ടെ. മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തമ്പുരാൻ ഭൂമി ലോകത്തെ പടച്ചു വെക്കാൻ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൂമി ലോകത്ത് അല്ലാഹു പടച്ചു വെക്കാണ്. ഒരു വേള മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയുടെ ഓരത്ത് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലേ, എന്ത് സുന്ദരമായൊരു നാമമാണ് ജിബ്രീൽ. ജിബ്രീൽ കൊച്ചാപ്പാട പേരൊന്നും അല്ലല്ലോ. അങ്ങനെ ഉറക്കെ പോയി. അള്ളാഹു ഉറക്കെ പോയിക്കട്ടെ. ഉറക്കെ പറഞ്ഞ ഇൻഷാ അല്ലാഹ് സലാത്തും തർലിയത്തും റഹ്മത്തും കേട്ടോ. ഇൻഷാ അല്ലാഹ് സയ്യിദുനാ ജിബ്രീൽ. അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കാണ്, ജിബ്രീലേ, എന്ന് മനോഹരമായ പേരാണ് ജിബ്രീൽ. നിനക്കാരാണ് ഈ പേര് വെച്ചത് ജിബ്രീൽ? ആരാ നിനക്ക് ഈ പേര് വെച്ചത് ജിബ്രീലേ എന്ന് മഹാനായ സയ്യിദുനാ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുമ്പോഴാണ് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് മറുപടി പറയുന്നു, യാ റസൂലല്ലാഹ്,
നബിയേ എന്റെ പേര് ജിബ്രീലാന്ന് എനിക്ക് അറിയില്ലായിരുന്നു യാ റസൂലല്ലാഹ്. അല്ലാഹു തമ്പുരാനെ ദുനിയാവിൽ എന്നെ പടച്ചു വെക്കുമ്പോ ഞാൻ ജിബ്രീലാന്ന് എനിക്കറിയില്ല, മാലാഖമാരുടെ നേതാവാന്ന് എനിക്കറിയില്ല നബിയേ. 10,000 വർഷങ്ങളാണ് അല്ലാഹു തമ്പുരാൻ അണ്ടകടാകത്തിലൂടെ ഞാൻ ഓടിമടന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാ അതാ ഒരു വേള വിളിയാളം കേൾക്കാണ്, യാ ജിബ്രായീൽ. ഓ ജിബ്രായീലേന്ന് വിളിയാളം കേൾക്കുന്ന ഭാഗത്തോട്ട് ഞാനതാ തലയുയർത്തി നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ മുത്തായ മുഹമ്മദ് മുസ്തഫ. അത് പറ്റൂല മക്കളെ, ഉഷറവ് നല്ല അടിപൊളി യൂണിഫോം ഒക്കെ ഇട്ട് നല്ല അഭിമാനമായ മദ്രസ പലയിടത്തും കാണൂല. അവിടെ കോന്നിക്ക് ഇൻഷാ അല്ലാഹ് DKLM സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ കമ്മിറ്റിയെ മുക്തകണ്ഠം പ്രശംസിക്കുകയും അഭിമാന ആദരവ് നൽകുകയും ചെയ്യുകയാണ്. കാരണം നല്ലൊരു സ്മാർട്ട് ക്ലാസ് റൂമും അൽഹംദുലില്ലാഹ് നല്ല മക്കൾ, അലങ്കാരമുള്ള മക്കൾ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നാളെ ഈ നാടിൽ മുത്തിനെ സ്നേഹിക്കുന്ന അനുഗ്രഹീതമായ ഒരു കൂട്ടത്തെ അള്ളാഹു വാർത്തെടുക്കാൻ ഭാഗ്യം തരട്ടെ. ഈ നബിദിനം കൊണ്ടുണ്ടാകുന്ന വലിയ ഭാഗ്യം എന്താണെന്നറിയോ? ഞാനിപ്പോ നമ്മുടെ പ്രസിഡന്റ് സാഹിബിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ പ്രസിഡന്റ് പറയാം, നമ്മുടെ മുന്നോറുകളായ ഉപ്പാപ്പമാരോടുള്ള കാര്യം പറഞ്ഞ് സലാം പറഞ്ഞ് ഫാത്തിഹ ഓതി നമ്മൾ ആ പരിപാടി അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങളെ സന്തോഷപൂർവ്വം അതിനെ പര്യവസാനിപ്പിക്കണം. അപ്പൊ ഞാൻ ഈ പ്രസിഡന്റിനോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? ഈ നബിദിനം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ മഹാന്മാരെ ഓർക്കാൻ പറ്റുന്ന ഒരു മക്കളുണ്ടാകുമെന്നുള്ളതാ. അള്ളാഹു ഭാഗ്യം തരട്ടെ. എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ മരിച്ചു കിടക്കുമ്പോ തലമാട്ട് വന്നിട്ട് പടച്ചോനെ എന്റെ വാപ്പയ ഒരു ഫാത്തിഹ ഊതി അതിയാ ചെയ്തിട്ട് പുറത്തു കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് ചോദിക്കുന്ന ഒരു മകനെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയുന്ന ഒരു സ്നേഹത്തിന്റെ പ്രപഞ്ചമാ ഈ പ്രവാചകന്റെ മദ്ഹൂർ റസൂൽ. അല്ലാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ. ബറക്കത്ത് റസൂലില്ലാഹി. അതുകൊണ്ട് എനിക്ക് സാന്ദർഭികമായി പറയാനുള്ള നബിദിനത്തിന്റെ പരിപാടി എന്തില്ലാതായാലും ഒരു പള്ളിയിലും അതില്ലാതാകാൻ പാടില്ല. അതില്ലാതാകുമ്പോഴാണ് വിശ്വവിത്തുകൾ മുളയ്ക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം ഇന്ന് എല്ലാ ഭാഗത്തും എങ്ങനെ ഈമാൻ നശിപ്പിക്കാം എന്ന ഒരു ചിന്തയും അതിന്റെ കുൽസിത ശ്രമങ്ങളും മാത്രമേ ഉള്ളൂ. അള്ളാഹു ഈ നാടിനെ സലാമത്താക്കുമാറാക്കട്ടെ. അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന, നബിയേ അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്തിരുന്ന ജിബ്രായീൽ അലൈഹിസ്സലാം മറക്കണ്ട മോനെ ജിബ്രീൽ. ആ വിളിയാളം കേൾക്കുമ്പോഴാണ് ആദ്യമായി ഞാൻ ആ ജിബ്രീൽ എന്ന് മനസ്സിലാകുന്നത്. ആ വിളിയാളം വരുമ്പോ അല്ലാഹു തമ്പുരാന്റെ അർശിന്റെ ചുവട്ടിലോട്ട് ഞാനൊന്ന് നോക്കുകയാണ്. എന്റെ തലയുയർത്തിക്കൊണ്ട് അല്ലാഹു തമ്പുരാന്റെ അർശിന്റെ ചുവട്ടിലോട്ടൊന്ന് നോക്കുമ്പോഴാ ആ അർശിന്റെ ചുവട്ടിലതാ ഞാൻ കാണുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചില ആളുകൾക്ക് സംശയമുണ്ടാകാം, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹെന്നാ വന്നത് അത് ഇന്നാണോ ഇന്നലെയാണോ മുഗഫർ രാജാവ് കൊണ്ടുവന്നതാണോ? അല്ലാഹുവിന്റെ റസൂലിന്റേതായ മദ്ഹ് തുടങ്ങുന്നത് ഇന്നല്ല മോനെ, ഇന്നലെയല്ല മോനെ. ഈ ദുനിയാവിലേക്ക് അല്ലാഹുവിന്റെ റസൂല് ജനിച്ചതിന് ശേഷവുമല്ല, മറിച്ച് ആദ്യമായ പ്രപഞ്ച ലോകത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്നത് അല്ലാഹു തമ്പുരാനാണ്. നബിയുടെ സ്തുതി പറയുന്നത് അല്ലാഹു തമ്പുരാനാണ്. അവിടെ ഇങ്ങോട്ട് കടന്നു വരുന്ന പ്രവാചകന്മാരോടല്ല, കിട്ടുന്ന അവസരത്തിലല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയാൻ അല്ലാഹു അവസരങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ട്, ചരിത്രം കാണാം. ഇരിക്കട്ടെ, ഞാൻ മടങ്ങിയവരാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ് ആ വിളിയാളം കേൾക്കുമ്പോ അർശിന്റെ ചുവട്ടിലോട്ട് ഞാനൊന്ന് എത്തി നോക്കുമ്പോഴാണ് അവിടെ അതാ സുന്ദരമാണൊരു സംജ്ഞയുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് വാചാലനായ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അതാ പറയുന്നു, നബിയേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എനിക്ക് കേട്ടപ്പോ മനസ്സിലായതെന്റെ തമ്പുരാനാട്, അതെന്റെ റബ്ബാട്, അതെന്റെ രക്ഷിതാവാട്, അതെന്റെ സൃഷ്ടാവാ. പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹ്
അള്ളാഹു തമ്പുരാന്റെ നാമത്തോട് ചേർത്ത് വെച്ചെഴുതിയ അള്ളാഹു തമ്പുരാനോട് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹു തമ്പുരാനോട് ഏറ്റവും പ്രധാനപ്പെട്ട മുഹമ്മദ് ആരാട് മുഹമ്മദ് ആരാട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് സ്വലാത്തിന്റെ നിറവായിരിക്കും ഇൻഷാ അല്ലാഹ്. മരിക്കുമ്പോ മുത്തുനബിയുടെ മുഖം കണ്ട് മരണവേദന മറന്നു മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആ ഒരു ഇഷ്ടവും ഇഷ്കും എന്ന് ഹൃദയത്തിൽ നിറച്ചിട്ട് വേണം ഈ സദസ്സിൽ നിന്ന് പിരിയാൻ. അള്ളാഹു അതിന് ഭാഗ്യം തരട്ടെ. മരിക്കുമ്പോ മുത്തിനെ കണ്ടു മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ആ ഒരാശയുടെ പൊന്നുമക്കളൊക്കെ ഈ കുഞ്ഞുമക്കളൊക്കെ മുത്തുനബിയെ കാണാൻ ഒരുപാട് ഭാഗ്യം കിട്ടും. നിങ്ങളൊക്കെയും കിടന്നുറങ്ങണേനും ഒരു 100 സ്വലാത്തൊന്നും ചൊല്ലിയേക്ക്. അള്ളാഹു റസൂൽ ലോകത്തിന്റെ ഏറ്റവും സുന്ദരമായ മുഖം കാണാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. മുത്തുനബി ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി നിന്നിട്ട് സൂര്യനിലോട്ട് ഇങ്ങനെ ഒന്ന് മുഖമുയർത്തി നോക്കിയാൽ ആ സൂര്യൻ മങ്ങും. മുത്തുനബിയുടെ മുഖത്ത് നോക്കാൻ നമ്മളൊക്കെ സൂര്യൻ നോക്കുമ്പോ നമ്മുടെ കണ്ണ് മഞ്ചു. കാരണം എന്താ? ആ പ്രകാശം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, നമ്മുടെ കണ്ണിന് ഗോചരമല്ലത്. പക്ഷേ അതുപോലെ മുത്തുനബിയുടെ മുഖത്ത് നോക്കാൻ സൂര്യനാവില്ല. അപ്പ കാർമേഘമാകും, സൂര്യനൊന്ന് പതിയുമെന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് പറയാണ്, മുത്തു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാ, മുത്തുനബിയേ, ഞാൻ അങ്ങനെ അല്ലാഹു തമ്പുരാനോട് ചോദിച്ചു, അല്ലാഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാരാ? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അല്ലാഹു തമ്പുരാൻ എന്നോട് പറയാട്, അല്ലാഹു തമ്പുരാൻ എന്നോട് പറയുകയാ, ലോകത്ത് ആദ്യമായ മൗലിദ് പറയാണ്, മൗലിദ് കേൾക്കയാണ്. അള്ളാഹുവിന്റെ അണ്ടകടാകത്തിൽ ആദ്യമായ മുത്തിന്റെ മധുഹോതുകയാ. സാക്ഷാൽ അള്ളാഹു തമ്പുരാൻ തന്റെ ഹബീബിനോടുള്ള പ്രണയങ്ങൾ ദുനിയാവിലോട്ട് കടത്തിവിടാ ചാർജ് ചെയ്ത് തുടങ്ങുന്നത് എവിടെയാ? ജിബ്രീലിനോട് പറയുന്നു, ജിബ്രീൽ, എന്റെ സെട്ടിയായ അണ്ടകടാകത്തിന്റെ ലോകങ്ങളെ നിയന്ത്രിക്കുക. മാലാകമാരെന്ന പ്രകാശത്തിൽ സൃഷ്ടിക്കപ്പെട്ടൊരു വിഭാഗം എനിക്കുണ്ട്. ആ മാലാകമാരുടെ നേതാവായിട്ടാണ് ജിബ്രീലേ നിന്നെ ഞാൻ പടച്ചു വെച്ചത്. ജിബ്രീൽ, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തമ്പുരാൻ പറയുകയാ, അല്ലാഹുവിന്റെ അണ്ടകടാകത്തിൽ ജനങ്ങളെ നിയന്ത്രിക്കുവാൻ, എല്ലാം ഏറ്റെടുക്കുവാൻ അല്ലാഹുവിന്റെ ഭരണം ഈ ദുനിയാവിൽ സംവിധാനിച്ചു വെക്കാൻ അല്ലാഹു പടച്ചു വെച്ച കോടാനകോടി മാലാകമാരില് അവരെ നേതാവാണ് ജിബ്രീലേ നിന്നെ ഞാൻ പടച്ചു വെച്ചത്. പക്ഷേ ജിബ്രീലേ, ഇതാരാന്നറിയോ? മുഹമ്മദ് മുസ്തഫ. നിന്നെപ്പോലും ഈ അണ്ടകടാകങ്ങളെ പോലും നിന്നെപ്പോലും മലക്കുകളുടെ നേതാവായ ജിബ്രീലിനോട് പറയാ, ജിബ്രീലിനെ പോലും പടയ്ക്കാനുള്ള കാരണമാണ് എന്റെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് അല്ലാഹു സന്തോഷം പറയാണ്. അല്ലാഹു തമ്പുരാൻ സന്തോഷം പറയാ, ജിബ്രീലേ, നിന്നെ പോലും പടയ്ക്കാൻ കാരണം ഈ അസ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹ് ഈ മുത്തിനെ എങ്ങാനും പ്രവാചകന്മാരുടെ അവസാനത്തെ നാന്ദി കുറിച്ചുകൊണ്ട് അവസാന പ്രവാചകനായി ദുനിയാവിലേക്ക് ജനിച്ചു വരാനില്ല. എന്നാൽ അവ്വലുഹും മിൻ അംബിയാ, അമ്പിയാക്കൾ ആദ്യമായതേ സ്ഥാനങ്ങൾ അല്ലാഹു നിശ്ചയിച്ചു കൊടുത്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ദുനിയാവിലേക്ക് ഞാൻ പടയ്ക്കാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നുവെങ്കില് ജിബ്രീലേ, നിന്നെപ്പോലും ഞാൻ പടക്കില്ലായിരുന്നു. അത്ഭുതമേ മുഹമ്മദ് മുസ്തഫ, അത്ഭുതമേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കുക ഭാഗ്യം തരട്ടെ. അള്ളാഹു തമ്പുരാനോടൊപ്പം ഈ മുത്തു നബിയെ ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ ഈമാം കാമിലാവുക. ഈമാം പൂർണ്ണമായി കിട്ട അള്ളാഹു തരട്ടെ, അള്ളാഹു തരട്ടെ, അള്ളാഹു തരട്ടെ, അള്ളാഹു തരട്ടെ. ഒരു കുഞ്ഞ് ജനിച്ചു പിന്നെ അവ്വലു വാജിബുൻ ലാബ. ഫുഖഹാക്കൾ പറഞ്ഞ കാണാം, ഒരു ഉമ്മക്കും വാപ്പക്കും ആദ്യമായി നിർബന്ധം എന്താ? അള്ളാഹിനെ പഠിപ്പിക്കലല്ല, മുത്തായ മുത്തുനബിയെ പഠിപ്പിക്കണം. മുഹമ്മദ് പ്രവാചകനാണെന്ന മുഹമ്മദിന്റെ പേര് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ
എവിടെ ജനിച്ചു എവിടെ വഫാത്തായി എന്ന് പഠിപ്പിക്കണം. അപ്പൊ ആ ഹൃദയത്തിൽ മോനെ വാപ്പാനക്കാലും ഉമ്മാനക്കാലും ഒക്കെ ഏറ്റവും വലിയ ഇഷ്ടം ഈ മുത്തുനബിയോടാകണമെന്ന് പഠിപ്പിച്ചിട്ട് ഈ മുത്താണ് മുത്തുനബിയുടെ സൃഷ്ടാവായ ഒരു അള്ളാഹു ഉണ്ട് എന്ന് പറയുമ്പോഴാ പടച്ച തമ്പുരാന്റെ വലിപ്പവും മണ്ണവും ആ പടച്ച തമ്പുരാന്റെ അത്ഭുതങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ദുനിയാവിന്റെ ഏറ്റവും വലിയ വലിപ്പത്തിന്റെ ഏറ്റവും വലിയ ഉച്ചകോടിയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പടച്ച തമ്പുരാൻ എന്ന സൃഷ്ടാവിന്റെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതാണ് സുഹാബത്തിന്റെ മാർഗം. സുഹാബത്തിന്റെ മാർഗം അതാ. സുഹാബത്തിന് മുത്തുനബിയല്ലാതെ മറ്റൊന്നില്ല. അതുകൊണ്ടാണ് ആ ജീവിതത്തിൽ അള്ളാനെ തിരിച്ചറിയാൻ കഴിഞ്ഞത് അല്ലേ. മഹാനായ സുഹാബത്തിനോട് മദീനത്തിന്റെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് അള്ളാന്റെ റസൂല് ചോദിക്കുകയാ, മൻ മിൻകും ദഖലൽ ജന്നാ. സുഹാബത്തിന്റെ സേട്ടനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉസ്മാനുൽ അഫ്ഫാൻ, സയ്യിദുനാ അലി കറമല്ലാഹു വജ്ഹു തങ്ങളടക്കമുള്ള പ്രഗൽഭരാണ് സ്വഹാബത്ത് നിറഞ്ഞിരിക്കുമ്പോഴാ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന, മൻ മിൻകും ദഖലൽ ജന്നാ. നിങ്ങളിൽ ആർക്കാ സ്വർഗത്തിൽ പോവാൻ ഇഷ്ടമുള്ളവർ എന്നല്ല മുത്തുനബി ചോദിച്ചത്. നിങ്ങളിൽ ആരാ സ്വർഗത്തിൽ കടന്നവർ? മുത്തുനബിയുടെ ചോദ്യമാണ്. മുത്തുനബി വെറുതെ എന്ന് പറയാറില്ല. മുത്തുനബി വെറുതെ പറയാറില്ല, തമാശ പറയാറില്ല. തമാശക്ക് വെറുതെ ഒരു കാര്യം പറയാറില്ല മുത്തുനബി. അള്ളാഹുവിന്റെ ഇസനില്ലാതൊന്നും പറയൂല. വമാ യൻതിഖൂനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. അള്ളാഹു പറഞ്ഞു കൊടുത്തല്ലാതെ ഒരൊറ്റ വാക്ക് പോലും മുത്തുനബിയുടെ വായിന്ന് വരൂല. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. നോക്കിക്കേ, ആ മുത്തുനബി ചോദിക്കാം, മൻ മിൻകും ദഖലൽ ജന്ന. നിങ്ങളിൽ ആരാ സ്വർഗത്തിൽ കടന്നവർ? സ്വഹാബത്ത് പരസ്പരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി. ആർക്കും മറുപടിയില്ല. ചോദിച്ചു, നബിയെ എവിടെന്ന് പറഞ്ഞതെന്താ? ചോദ്യം ആവർത്തിച്ചു, മൻ മിൻകും ദഖലൽ ജന്ന. നിങ്ങളിൽ ആരാ സ്വർഗത്തിൽ കടന്നവര്? 3 പ്രാവശ്യം ഇങ്ങനെ ചോദ്യം ആവർത്തിക്കുമ്പോഴാണ് ഒരു മൂലയിൽ നിന്നും കുട്ടിയായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ മെല്ലെ എഴുന്നേറ്റ് നിൽക്കയാ. അപ്പൊ ഉമർ ഫാറൂഖ് തങ്ങൾ പറയാ, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലാ. മുത്തുനബിയുടെ ചോദ്യം, മൻ മിൻകും ദഖലൽ ജന്ന. നീ സ്വർഗത്തിൽ കടന്നവരാരാ? അപ്പൊ ആർക്ക് ഉത്തരം പറയാൻ പറ്റണില്ല. അബൂബക്കർ തങ്ങളടക്കമുള്ള ഉമർ റളിയല്ലാഹു അൻഹുമാ അടക്കമുള്ള സ്വഹാബത്ത് പോലും വിറങ്ങലിച്ച് നിൽക്കാം. അപ്പോഴാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് പറയുന്ന വിവേകമുള്ള കുട്ടി ചാടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പൊ ഉമർ പറയാ, ഞാനൊരു സ്വഹാബിയുടെ മുതുകിലോട്ട് പതുക്കെ എന്റെ തലയങ്ങ് വലിച്ചു. കാരണം എന്താ, ഇവൻ എന്തെങ്കിലും ഇനി വിഡിത്ത മുത്തുനബിയോട് വിളിച്ചു പറയും, വാപ്പതായിരിക്കണം, വാപ്പ നാറും, അതുകൊണ്ട് ഞാൻ പതുക്കെ തല വലിച്ചു. മഹാനായ ഉമർ ഫാറൂഖ് നിങ്ങൾ പറയാ, ഞാൻ പതുക്കെ എന്റെ തല പിന്നിലോട്ട് വലിച്ചു. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മൻ മിൻകും ദഖലൽ ജന്ന. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഇങ്ങനെ കൈയുയർത്തി പറയാ, അനയാ റസൂലുള്ളാഹ്. നബിയേ ഞാനുണ്ട്, നബിയേ ഞാനുണ്ട്, നബിയേ. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് മറുപടി പറയണില്ല. അടുത്ത ചോദ്യം ചോദിക്കുകയാ, സുബ്ഹാനല്ലാഹ്, മൻ മിൻകും അകല മിൻ സിമാറിൽ ജന്ന. നിങ്ങളിൽ ആരാണ് സ്വർഗത്തിന്റെ ഫലഭൂഷ്ടമായ ആപ്പിളിൽ നിന്ന് കഴിച്ചതാരാ? സ്വർഗത്തിന്റെ മുന്തിരിയിൽ നിന്ന് നുകർന്നതാരാ? ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ. എപ്പോഴും മിണ്ടാതിരിക്കുമ്പോ ഇതേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന പൊന്നുമോനെ ചാടി എഴുന്നേറ്റ് കൈ ഉയർത്തുകയാ, അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. അപ്പോഴല്ലാഹു റസൂലിന്റെ 3ാമത്തെ ചോദ്യം വരികയാണ്, മൻ മിൻകും ശരിബ മിൻ നഹാരിഹാ. സ്വർഗത്തിന്റെ നദികൾ ഒരുപാടുണ്ട്. 4 നദികളുണ്ട് അല്ലേ? സ്വർഗത്തിന്റെ 4 നദികൾ. സ്വർഗത്തിന്റെ 4 നദികൾ ഏതൊക്കെയാ? പറയും. ഭാരതപ്പുഴ, ഗോദാവരി. സ്വർഗത്തിന്റെ നദി ഏതാ? കോന്നിയില. ഏതാ പുഴ ഉള്ള? അച്ചൻകോവിലാറ്. അപ്പൊ അമ്മ എവിടെ കിടക്കുന്നു?
ഈ പരിസരത്തൊന്നുമില്ലേ? അവര് പിരിഞ്ഞ തലാഖായ ഇരിക്കട്ടെ. 4 നദികളുണ്ട്. നമുക്ക് അല്ലാഹു തമ്പുരാൻ തന്ന അത്ഭുതമായൊരു വചനമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എത്ര മീമുണ്ട് ഇതിൽ? പെടുന്നാട് എന്താ 3 അല്ലേ? 3ആണോ? ഉറപ്പാണോ? ആണ്. അപ്പൊ എണ്ണ അറിയാം. നല്ല മക്കളാ ശറഫുൽ ഇസ്ലാമിന്റെ മക്കൾ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ബിസ്മിയുടെ മീമിൽ നിന്ന് ഒരു നദിയുണ്ട്. അള്ളാഹുവിന്റെ ഹായിൽ നിന്നും ഒരു നദിയുണ്ട്. റഹ്മാന്റെ മീമിലും ഒരു നദിയുണ്ട്. റഹീമിന്റെ മീമിലും ഒരു നദിയുണ്ട്. 4 നദികൾ ഉത്ഭവിക്കുന്നത് സ്വർഗത്തിന്റെ ഉള്ളിലുള്ള രഹസ്യമായൊരു കൂട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും വരുമ്പോ ബിസ്മിയുടെ മഹത്വം പറയുമ്പോൾ ഞാൻ പറയാം. ഓർമ്മിച്ചാൽ അള്ളാഹു ഉറക്കത്തേട്ടെ. അങ്ങനെ ആ അത്ഭുതങ്ങളാണ് സ്വർഗീയ നദികളിൽ നിന്നും കുടിച്ചവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ 3ാമത്തെ ചോദ്യമാണ്. സുബ്ഹാനല്ലാഹ്. ഉമർ ഫാറൂഖ് തങ്ങൾ നോക്കാണ്. ഇത് നിയമം തന്നെയാണ് എണീറ്റത്. എന്റെ മോനാണ് എന്തേലും പറഞ്ഞു പോയാ നാണക്കേട് എനിക്കാട്. സുബ്ഹാനല്ലാഹ്. അപ്പോഴും അതാ എഴുന്നേക്കുകയാണ് മഹാനാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ. ഉമറിന്റെ പൊന്നുമോൻ എഴുന്നേറ്റിരിക്കുമ്പോഴാ ഉമർ ഫാറൂഖ് തങ്ങൾ പറയാ, ഞാൻ വല്ലാതെ വിറങ്ങലിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് മനസ്സിലാക്കിയിട്ടാണോ ഞങ്ങൾക്ക് പോലും തിരിയാതിരിക്കും കുട്ടിയായ അബ്ദുല്ലാഹ് എങ്ങനാ തിരിഞ്ഞുപോയെന്ന് മനസ്സിലാവാതെ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴോ അല്ലാഹുവിന്റെ റസൂല പൊന്നുമോനോട് പറയുന്നു, മോനെ നീ സ്വർഗത്തിലാ, അന്ത ഫിൽ ജന്ന. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളോട് അതാ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോനെ നീ എന്നാ സ്വർഗത്തിൽ കടന്നത്, എന്നാ സ്വർഗത്തിന്റെ ഭക്ഷണം കഴിച്ചത്, എന്നാട് സ്വർഗത്തിന്റെ പുഴകളിൽ നിന്ന് നുകർന്നു പോയതെന്ന് പറയുമോ? നീ എന്നാണ് ഉദ്ദേശിച്ചത്, മനസ്സിലാക്കിയത്? അതേരിക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമോ മോനെ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചങ്കൂട്ടത്തോടെ അല്ലാഹുവിന്റെ റസൂലിന്റെ സപ്പോർട്ട് കിട്ടുമ്പോ ആ പൊന്നുമോൻ ആവേശത്തോടെ പറയുകയാ, യാ റസൂലല്ലാഹ്. കൊള്ള ഒരു സംസ്ഥാന നേതാവ് അവിടെ പോയിരുന്നാല ഇവിടെ നടന്നു വാങ്ങിച്ച അങ്ങനെ പൊക്കി വിട്. മുങ്ങാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അള്ളാഹു ഉറക്കത്തുറക്കട്ടെ. ഇടിപ്പ കുഴപ്പമില്ല, പോട്ട് മരിയാത്ര പേടിയൊന്നും അതിരി. അള്ളാഹു ഉറക്കത്തുറക്കട്ടെ. അല്ല, കരുത്തുറ്റൊരു നായകനാട്ടോ. അള്ളാഹു വലിയ ഉറക്കത്തും ആഫിയത്തും കൊടുക്കട്ടെ. ആ ഇടിപ്പൊക്കെ മാറ്റി കൊടുക്കട്ടെ. അട്ടിപ്പൊട്ടുന്നല്ല, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. പറകല്ലാ. അകത്ത് വിസ്മിക്കില്ല അല്ലേ? തലയണമല്ലേ വേണം. അപ്പോ അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് അഭിമാനത്തോടെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ എഴുന്നേറ്റ് പറയാ, യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ കൈയും കാലും എന്റെ കണ്ണും കാതും എന്റെ ഹൃദയവും എന്റെ ശരീരവും ഒരുപോലെയായ അത് ഉൾക്കൊള്ളാൻ പ്രയാസമില്ല നബിയേ. യാ റസൂലല്ലാഹ്, ഞങ്ങൾ അവിടുത്തെ സ്വഹാബത്തല്ലേ നബിയെ. അവലസ്നാ ഉമ്മത്തുക യാ റസൂലുള്ളാഹ്, ഞങ്ങൾ അവിടുത്തെ ഉമ്മത്തല്ലേ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയാൻ, മോനെ, നിങ്ങൾ എന്റെ ഉമ്മത്തുകളാണ്, നിങ്ങൾ എന്റെ ഉമ്മത്താണ്. കോന്നിയിലെ ടൗൺ മസ്ജിദിന്റെ മുന്നിലിരിക്കുമ്പോ അല്ലാഹു തമ്പുരാന് വല്ലാതെ ഭാഗ്യം തന്നവന്റെ ഉമ്മന്റെ മുത്തായ മുത്തിന്റെ ഉമ്മത്തുകളിൽ നമ്മളും ഒരംഗമാണ്. അഭിമാനത്തോടെ ഉറക്കെ നമുക്ക് ചെല്ലാം മദീനത്തേക്ക് ഒരു സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു
ഈ സ്വലാത്ത് മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓരത്തെത്തിക്കണേ അല്ലാ. ആ മുത്തുനബി കാണുന്ന മജ്ലിസാക്കണേ അല്ലാ. ആ മുത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിൽ ആരല്ല അല്ലാഹുവേ, അല്ലാഹുവേ, ഈ സദസ്സിൽ ആരല്ല മാറല്ല പടച്ചവനെ സ്വതക്ക കൊണ്ട് മുന്നേറിയിട്ട് ഈ ജമാഅത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാ. അവർക്ക് ബറക്കത്ത് കൊടുക്കണേയല്ലോ, റാഹത്ത് നൽകണേയല്ലോ. എല്ലാത്തിലും ഉപരി പടച്ചവനെ പരിശുദ്ധമാണ് റബീഇന്റെ നിറവിലോ ഇത്രയും ദിവസം സുന്ദരമാണ് സ്വലാത്തുകളോടെ ഞങ്ങൾ മധുരമന്ത്രങ്ങൾ പാടി വന്നിട്ടോ മരിക്കണേന് മുമ്പ് ഒരിക്കലെങ്കിലും ഹബീബാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നോക്ക് കാണാതെ ഞങ്ങളുടെ റൂഹെടുക്കല്ലേ അല്ലാഹ്, ഞങ്ങളുടെ റൂഹെടുക്കല്ലേ അല്ലാഹ്. ഈ ബറക്കത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ചോദിക്കുന്നു, നബിയേ ഞങ്ങൾ അവിടത്തെ ഉമ്മത്തല്ലേ നബിയേ, ഞങ്ങളുടെ ഉള്ളും പുറവും അവിടെ നിന്നാണ് യാ റസൂലല്ലാഹ്. അല്ലാഹു തമ്പുരാനെ പോലും ചൂണ്ടിക്കാണിച്ചിട്ട് പടച്ച തമ്പുരാനാണ് പഠിപ്പിച്ചു തന്നതോ അവിടെ നിന്നാണ് നബിയേ. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ പോലും അങ്ങേക്ക് ദണ്ഡമാണ്, ദണ്ഡമാ. ഈ ദുനിയാവിന്റെ സർവ്വതിനേക്കാളും ഞങ്ങളുടെ ഹൃദയത്തിൽ വല്ലാതെ സ്ഥാനം പിടിച്ചതോ ഞങ്ങളുടെ ഹൃദയം എപ്പോഴും 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 മന്ത്രിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കുന്നത് അവിടത്തോടാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ വാപ്പാനക്കാലം ഉമ്മാനക്കാലം ദുനിയാവിലുള്ള സർവ്വതിനേക്കാളും ഏറ്റവും കൂടുതൽ മുത്തിനെ ഇഷ്ടപ്പെടുന്നവരാ സ്വഹാബത്ത്. നമ്മളോ ആവണോ വേണ്ടേ? ആവണം. ഇവിടെ നിന്ന് മുത്തിനെ നേടിപ്പോകാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. അത് ഖുർആന്റെ ഭാഷയോ എന്റെ ഭാഷയല്ല, ഖുർആന്റെ വാക്യാണ്. قل إن كان آباؤكم وأبناؤكم وعشيرتكم وأموال اقترفتموها وتجارة ترضون كسادها ومساكن ترضونها أحب إليكم من الله ورسوله. പരിശുദ്ധമായ ഖുർആൻ പറയാ, നിന്റെ വാപ്പ, നിന്റെ മക്കള്, നിന്റെ മാതാപിതാക്കള്, നിന്റെ ബന്ധുമിത്രാദികള്, ഈ ദുനിയാവിൽ നീ ഒരുപാട് കൊതിയോടെ ഇഷ്ടത്തോടെ കരുതി വെക്കുന്ന നിന്റെ കച്ചവട സമ്പത്ത് അല്ലെ, നഷ്ടപ്പെടുവോ ഒന്നിന് പിന്നാലെ ഒന്ന് കൂട്ടിവെക്കുന്ന സമ്പത്ത് നാം അമ്പരചുംബിയായി ഹൃദയത്തിൽ ചേർത്ത് വെച്ച് നോക്കണം. നമ്മുടെ ഭവനങ്ങള് മസാക്കിരു തർലൗനഹ, ആ ഭവനങ്ങളടക്കം ഇതെല്ലാം അള്ളാനെക്കാലം മുത്തുനബിയെക്കാലം നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടമുണ്ടോ? നിങ്ങളുടെ മുഅ്മിനല്ല, അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. എല്ലാത്തിനേക്കാളും ഈ ദുനിയാവിൽ എന്റേതെന്ന് പറയാൻ ഈ പറയുന്ന തടിയടക്കമുള്ള എന്തിനേക്കാളും എന്റെ ഹൃദയം എന്റെ മുത്തിനാണ് ഇഷ്ടമെന്ന് പറയാൻ കഴിയണവരാ യഥാർത്ഥ മുഅ്മിൻ. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇവിടെയാണ് അതുകൊണ്ടാ പറഞ്ഞ നമ്മളെ ഈ ഖുതുബയിലെ കോന്നിപ്പള്ളിയിലെ ഖുതുബയിൽ സക്കരിയ ഉസ്താദ് എല്ലാ വെള്ളിയാഴ്ച ഓതും. ലോകത്തുള്ള സർവ്വ ഖുതുബയിലും ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അവന്റെ മാലാകമാരും മുത്തുനബിക്ക് വേണ്ടി സ്വലാത്ത് സമർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അവിടെ അല്ലാഹ് എടുത്തു പറയാൻ യാ അയ്യുഹന്നാസ് എന്നൊക്കെ പഠിപ്പിച്ച പടച്ചോൻ അവിടെ പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനൂ എന്നാ. കാരണം എന്താ? വിശ്വസിച്ചവരോടെ മുത്തുനബിക്കുള്ള സ്വലാത്തുള്ളൂ. കാരണം എന്താ? അവനെ പറയാൻ പറ്റുള്ളൂ. ഈമാൻ പോയാൽ പറയാൻ പറ്റൂല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഈമാനുള്ളവന്റെ ഏറ്റവും വലിയ അലങ്കാരവും ആനന്ദവും ഇഷ്ടവും ആവേശവും ഒക്കെ എന്താ? മുത്തിന്റെ സ്വലാത്ത. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അള്ളാഹുവും അവന്റെ മാലാകമാരും നിർവഹിക്കുന്ന ഒരു അമല് അല്ല പറയാ, ഞാനും എന്റെ മാലാകമാരും ചെയ്യണ ഒരു അമലെ നിങ്ങൾ ചെയ്യോ? അത് അസ്സല്ലു അലൈഹി അസ്സലാത്തു അലൻ നബി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹ്
അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് അർത്ഥശങ്കക്കിടയില്ലാതെ പറയാണ് നബിയേ, ഞങ്ങൾ അവിടുത്തെ ഉമ്മത്തല്ല നബിയേ, ഞങ്ങളുടെ ഇഷ്ടം മുഴുവനും അങ്ങയോടല്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലും ഞങ്ങളും നിങ്ങളോ ഇങ്ങനെ രണ്ടു വാക്ക് നമ്മുടെ ഇടയിലില്ല നബിയേ. എന്റെ മുത്താണ് മുത്തിനതാ. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, ഉമറിൽ ഫാറൂഖ് തങ്ങള് സദസ്സിലിരുന്ന് അത്ഭുതത്തോടെ ചിന്തിക്കയാ. ഉമറാ പറഞ്ഞതല്ലേ ശരി, ഞങ്ങളും എന്റെ ഹബീബും എന്നൊരു വാക്ക് ഞങ്ങളിൽ ഇല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പൂർണ്ണമായും നമ്മളിൽ അലിഞ്ഞു ചേർന്നവരാ. കാരണം ഞങ്ങളുടെ മുത്തിനൊരു വേദന വന്നാ നമുക്കത് വേദനയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ചരിത്രം അത്. ആരാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ നിങ്ങൾ ഇങ്ങനെ പറയാ, രണ്ടുപേരും കൂടി മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ദാഹിച്ച് വലഞ്ഞിട്ട് ഒരു ഓരത്തിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാരോ ഒരൽപ്പം വെള്ളം കൊണ്ട് കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലതാ ചുണ്ടിലോട്ട് ആ വെള്ളമൊന്ന് അടുപ്പിക്കുമ്പോ ദാഹത്തിന്റേതായ പരവേശം കൊണ്ട് പെട്ടെന്ന് ആർത്തിയോടെ ആ വെള്ളം നുകരുമ്പോഴാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയാ, അല്ലാഹുവിന്റെ റസൂൽ ആ ചുണ്ടിനോട് ചേർത്ത് പിടിക്കുന്ന കപ്പിണ്ടല്ലോ, ആ വെള്ളം കുടിക്കുന്നത് എന്തോ ഒരു രസമാ. അല്ലാഹുവിന്റെ റസൂൽ അതേ രണ്ടു മടക്ക് ഇറുക്കുമ്പോ മുത്തുനബിയുടെ ദാഹമല്ല എന്റെ ദാഹം മാറിപ്പോ. കാരണം എന്റെ മുത്തിന് വേണ്ടി എന്റെ മനസ്സൊന്നാകയാ. അതുപോലെ സ്വഹാബത്ത് സ്നേഹിച്ചതാ മുത്തുനബി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ എന്റെ പ്രിയമുള്ളവരേ, ദുനിയാവിന് വേണ്ടി ദീന് പറയാനും ഈമാൻ പറയാനും നമ്മളെല്ലാവരും ഉഷാറാ. അയൽവക്കക്കാരന്റെ വീടിന്റെ കാര്യം പറയാ നമ്മൾ വല്ല ജോറാ. പക്ഷേ സ്വന്തം വീടിന്റെ കല്യാണം വരുമ്പോ, സ്വന്തം വീടിന്റെ ആഘോഷങ്ങൾ വരുമ്പോ ദീന് മറന്നു പോകുന്നവരാ നമ്മളെങ്കിലോ. സ്വഹാബത്ത് അങ്ങനെയെല്ലാം മുത്തുനബിയോട് അഭിമാനത്തോട് അവകാശത്തോട് ആരാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയാ, യാ നബിയേ, ഞങ്ങളും അവിടുന്ന് ഒന്നാട് അവിടുന്ന് സ്വർഗത്തിന്റെ പഴങ്ങൾ കടിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾക്കത് പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ. സ്വർഗത്തിന്റെ വെള്ളം കുടിച്ചിട്ടുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് പകർന്നു വന്നിട്ടുണ്ടല്ലോ. യാ റസൂലല്ലാഹ്, അവിടുന്ന് സ്വർഗത്തിലാണെങ്കിൽ അവിടുന്ന് സ്വർഗത്തിന്റെ പഴം കടിച്ചെങ്കിലോ അത് ഞങ്ങളും കടിച്ചു നബിയേ. ഇത് പറയാനുള്ള ഒരു ആർജവം വന്നത്, അത് പറയാനുള്ള ധൈര്യം ആരാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കിട്ടിയത്? ആ ഹൃദയത്തിൽ മുത്തിനോട് കളങ്കമില്ലാത്ത പണയമുള്ളത് കൊണ്ടാണ്. നമുക്കും പറയാനാകണം കോതിയില്ല സഹോദരാ. എന്റെ ഉമ്മ ഈ സദസ് പിരിയുമ്പോ നിനക്കും നെഞ്ചകത്ത് കൈവച്ചുകൊണ്ടുറക്കെ പറയാ, കഴിയണം മോളെ, എനിക്ക് ദുനിയാവിലെ ഏറ്റവും ഇഷ്ടം എന്റെ പൊന്നുമോനേക്കാൾ, എന്റെ മാറത്തമ്മിഞ്ഞയ്ക്ക് വേണ്ടി വെള്ളിപ്പിടിച്ചിരിക്കുന്ന പൊന്നുമോനേക്കാൾ, ഈ ദുനിയാവിലുള്ള മാതാവിനേക്കാൾ പിതാവിനേക്കാൾ എന്റെ ഹൃദയത്തിൽ എനിക്ക് ഇഷ്ടം എന്റെ ഹബീബിനോടാ, ഇഷ്ടം എന്റെ ഹബീബിനോടാ. സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അല്ലാഹു മനസ്സിലേക്ക് ഭാഗ്യം തരട്ടെ. ആ ഇഷ്ടം ഹൃദയത്തിലേക്ക് ആവാഹിക്കാൻ കഴിയുമ്പോഴാ ആ മുത്തിന്റെ അതേ കോലം. മുത്ത് സ്വർഗത്തിൽ പോയാൽ ഞാനും പോകും. ഇത് വല്ലാത്തൊരു ഈമാനാ, ഇത് ഈമാനാ. കാരണം എന്റെ മുത്തിന്റെ സ്നേഹത്തിൽ എനിക്ക് കളങ്കമില്ല, അതുകൊണ്ട് എന്റെ മുത്ത് സ്വർഗത്തിൽ പോവോ ഞാൻ പോകും. ഇത് പറയാൻ നമുക്ക് ആക്കാൻ കഴിയ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ആരെങ്കിലും ഒളിച്ചിരുന്നിട്ട് എന്തിനാ ഇപ്പൊ 10 സ്വലാത്ത് ആ സമയത്ത് ഫാത്തിഹ ഓതിയാ പോരെ? ഒരാള് ചോദിക്കാം, എന്തിനാ ഇപ്പൊ സ്വലാത്ത് അവിടുന്ന് ഫാത്തിഹ ഓതിയാ പോരെ? സ്വലാത്തിനെക്കാളും കൂടുതൽ പുണ്യമുള്ളത് ഖുർആനല്ലേ എന്നൊരാള് ചോദിച്ചാ ശരിയല്ലേ എന്ന് ചിന്തിക്കുന്നവരാ നമ്മൾ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഒരൊറ്റ ചോദ്യം തിരിച്ചു ചോദിക്കാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മൾ നമസ്കാരത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അത്തഹിയാത്ത്. അത്തഹിയാത്ത് നിർബന്ധമാണോ സുന്നത്താണോ? കോന്നിയിലൊക്കെ സുന്നത്താണ്. കോന്നിയിലൊക്കെ നിർബന്ധമാണ് ആണ്. അപ്പൊ അത്തഹിയാത്ത് നിർബന്ധമാ. അത്തഹിയാത്തിനെക്കാളും കൂലി കൂടുതൽ ഫാത്തിഹയ്ക്കാണ് അത്തഹിയാത്തിനാണ്? അത്തഹിയാത്ത് എന്ന് പറയുന്ന ഖുർആന്റെ ആയത്തിനേക്കാളും പുണ്യം ഫാത്തിഹയ്ക്കാണ് അത്തഹിയാത്തിനാണ്? ഫാത്തിഹയ്ക്കല്ലേ?
ഖുർആന്റെ ഉമ്മുൽ ഖുർആനല്ലേ ഫാത്തിഹ? അല്ലേ? അല്ലേ? ആണ്. അങ്ങനെയെങ്കിൽ ആ അത്തഹിയാത്തിന് പകരം നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കയ്യൊക്കെ വെച്ച് വെച്ചിട്ട് ഫാത്തിഹ എന്ന് ഓതി എങ്ങനെ ഇരിക്കും? നിസ്കാരം ശരിയാവോ? പറ്റൂല. ഇരിക്കേണ്ടിടത്തിരിക്കണം. പോട്ടെ. അത്തഹിയാത്തിന് ശേഷം മുത്തുനബിക്ക് വേണ്ടി സ്വലാത്തിലാണ്. ഫർളാണോ? ആണ്. സ്വലാത്തിന് പകരം ഫാത്തിഹ ഓതിയാലോ ശരിയാവും? ശരിയാവൂല. കാരണം ഇരിക്കേണ്ടത് ഈ മുത്തുനബി വെറുതെ പറഞ്ഞല്ല. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മളെ നമസ്കാരം ചിന്തിച്ചു നോക്കേ. തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലാഹ് എന്ന ചിന്ത മാറാതെ പടച്ച റബ്ബിനെ ഇങ്ങനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാ ചെയ്യേണ്ടത്. ബാങ്ക് വിളി കേൾക്കുമ്പോ പയ്യാല സ്വലാന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ കടന്നു വരണം, പടച്ച തമ്പുരാനെ നിന്റെ നമസ്കാരത്തിന്റെ വിളിയാ ഞാനിതാ അല്ല ഒഴിവാക്കാതാ വരണല്ല. ഈ മനസ്സോടുകൂടി ബാങ്കിന് ഉത്തരം ചെയ്യും. വല്ല ചുമ്മാ കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞല്ല, മറിച്ച് അത് ഉൾക്കൊള്ളണം. ഇതെന്റെ അള്ളാന്റെ വിളിയാ, നമസ്കാരിക്കാനുള്ള വിളിയാ, ഞാനതിന് ഉത്തരം ചെയ്യണമല്ലോ. എന്റെ കടമ ഇതാ തുടങ്ങാട്. ഈ നീയത്തോടെ തന്നെ ഉത്തരം പറയുമ്പോഴാ അതിനൊരു ഭാഗ്യമുള്ള മറുപടിയാവും. അള്ളാഹു ഉൾക്കൊള്ള ഭാഗ്യം തരട്ടെ. ഈ ലാ ഹൗല വലാ ഖുവത്താന്ന് മുത്തനബി വെറുതെ പഠിപ്പിച്ചതല്ലത്. ഹൗക്കലാന്ന പേര്. ഈ 99 രോഗത്തിന് മരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം. ഒരു ക്യാൻസറും വരൂല, ബ്രെയിൻ ട്യൂമറും വരൂല. ദിവസം ഒരു 99 പതിവാക്കി നോക്കേ. ഒരു 100 ലാ ഹൗല ചൊല്ലി നോക്കേ. പറ്റിയില്ലെങ്കിൽ 31 ചൊല്ലി നോക്കേ. അവന് മാറാരോഗങ്ങളൊന്നുമില്ല. 99 രോഗങ്ങൾക്ക് 100ാമത്തത് മരണമാണ്. അല്ലേ? അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അത് നമ്മളെ ഈ എന്താ പറയാ പോകുമ്പോ സല്ലി എന്ന് പറയുന്ന കണക്ക് ഇങ്ങനെ തോന്നുമ്പോ ഉള്ളിൽ കൊണ്ട് നമസ്കാരത്തിൽ എങ്ങനെ മനസ്സിന് വേണ്ടി നമസ്കാരത്തിന് വേണ്ടി തയ്യാറായിട്ട് അള്ളാഹു തമ്പുരാന്റെ മണ്ണിലോട്ടൊന്ന് വന്ന് നിൽക്കുമ്പോ ഹദീസിൽ കാണാം, ആരെങ്കിലും പൂർത്തിയായ വുളു ചെയ്താൽ, പല ഭാഗത്തും കാണാം ഹദീസുകൾ മിക്കതിലും വുളു പൂർത്തിയാക്കിയാൽ, എങ്ങനെ വുളു പൂർത്തിയാക്കിയ മഹാനായ ഇമാം ഗസാലി തങ്ങൾ സവിസ്തരം പറയാണ് എങ്ങനെ വുളു പൂർത്തിയാക്കാം. അത് ഒരുപാട് നിയ്യത്തുണ്ട്. നമ്മൾ വെറുതെ നമസ്കാരത്തെ അല്ലാക്കാൻ വേണ്ടി വുളു ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമസ്കാരം അല്ലാക്കാത്തി കളഞ്ഞാൽ പോരാ. പിന്നെ ആ വുളു ചെയ്യുമ്പോ നിയ്യത്ത് വെക്കണേന് മാന്യതയുണ്ട്. നമ്മളെ ഉമ്മമാരെല്ലാം നിയ്യത്ത് വെക്കണപ്പോഴാ കൈ കഴുകുമ്പോഴേ നിയ്യത്തെ കൊച്ചും കടന്നു പോവാണല്ലേ. ഇരിക്കട്ടെ, അങ്ങോട്ട് കിടക്കല്ലേ, ഇരിക്കട്ടെ. അത് ആ കൈ കഴുകുമ്പോ, മുഖം കഴുകുമ്പോ, കൈ കഴുകുമ്പോ, ചെവി വടകുമ്പോ ഒക്കെ നമുക്ക് നിയ്യത്ത് വേണം. പടച്ചോനെ, ഉദാഹരണം ഞാൻ കൈകൊണ്ട് ചെയ്ത പാപങ്ങൾ ഇതിലൂടെ കഴുകി പോണേ അല്ലാ, ഈ നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അങ്ങനെ നല്ലൊരു വുളു ചെയ്ത് നമസ്കാരത്തിലേക്ക് നിൽക്കണ ഒരു മനുഷ്യൻ ആദ്യത്തെ ഫർള് ചെല്ലാൻ പോവാണ്. നീയത്ത് ചെയ്ത ഉടനെ കൈകെട്ട് വേണം. നീയത്ത് ചെയ്ത ഉടനെ കൈകെട്ടണം. നീയത്തും തക്ബീറും യോജിച്ച് വേണം. കൈ കെട്ടുമ്പോ എന്തിനാണ് ഈ കൈ ഇങ്ങനെ ഉയർത്തണേ? നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന കൈ ഇങ്ങനെ എടുത്ത് കെട്ടലല്ലേ എളുപ്പം? ആണോ? ആണ്. പിന്നെ ഇതെന്തിനാ എടുത്ത് ഇങ്ങനെ മലത്തി പിടിച്ച് ബേക്കിലോട്ടൊക്കെ തള്ളി മാറ്റിയിട്ട് കെട്ടണം? എന്തിനാ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിസ്കാരമൊക്കെ അത്ഭുതമാ. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനെ കുറിച്ചിട്ട്? ചിന്തിച്ചിട്ടുണ്ടോ? കാരണം എന്താ? നമ്മൾ മനുഷ്യരാ, നമ്മൾ ദുഅഫ് കൊണ്ട് പടയ്ക്കപ്പെട്ടവരാ, ബലഹീനതയുള്ളവരാ മനുഷ്യര്. ദുനിയാവിന്റെ രസങ്ങളും ഇമ്പങ്ങളും ഒക്കെ കാണുമ്പോ പെട്ടുപോണവരാ. അപ്പോ നമസ്കാരത്തിലേക്ക് കടന്നവരെ ഒരു മുഅ്മിനാണ് മനുഷ്യന്റെ ചിന്ത. ഇന്ന് വരെ അപ്പോഴെന്താ നമ്മൾ നിയ്യത്ത് കഴിയാൻ വല്ല ഓർമ്മ ഉണ്ടാ? അറിയോ? ഇങ്ങനെ പുറകിലോട്ട് കൈമാറുന്ന എന്താണെന്ന് അറിയണ അതിലുണ്ടോ? ഒന്ന് കൈ വെക്കണം. പറയും ബനിയൻ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആക്കാൻ വേണ്ടിട്ടാ? അല്ല, അതിലൊക്കെ കാര്യമുണ്ട്. എന്താ? അതുവരെ ദുനിയാവിന്റെ തിർപ്പിൽ കഴിഞ്ഞ നമ്മള്. അപ്പൊ ഇത് മനസ്സിലാക്കുമ്പോ ഈ വർഷത്തെ നബിദിന പരിപാടി വിജയിച്ചു. അള്ളാഹു ഭാഗ്യം തരട്ടെ. കാരണം ഒരാമല് നമ്മളെ മര്യാദക്ക് നമുക്ക് നിസ്കരിക്കാൻ പഠിക്കാൻ പോവാം, അല്ലേ? അപ്പൊ അള്ളാഹു വിജയിപ്പിക്കട്ടെ. അള്ളാഹു ഈ മദ്ഹർ റസൂൽ പരിപാടിയിൽ ആരൊക്കെ ഇതിന്റെ സൂത്രധാരന്മാരുണ്ടോ അവർക്കൊക്കെ അള്ളാഹു അർഹമായ പൊതുവിലും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നാട് വിജയിച്ചു. നമ്മൾ നമസ്കാരത്തിന്റെ മാനം തിരിച്ചറിയാൻ പോവാം. ഒറ്റ വാക്കിൽ അങ്ങോട്ട് ഫുള്ള് കിടക്കുന്നില്ല. അപ്പോ ആ നമസ്കാരത്തിലേക്ക് ഇഖാമത്ത് കൊടുത്തിട്ടങ്ങ്
ഇരിക്കുമ്പോഴാണ് മനസ്സിൽ കടന്നു വരണമല്ലോ, ഈ നിമിഷമെല്ലാം ദുനിയാവിന്റെ പ്രസരപ്പിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ട്. ഇങ്ങോട്ട് കടന്നു വരുമ്പോ എന്റെ മുന്നിലോട്ട് കടന്നു വന്ന എന്റെ സഹോദരൻ അയൽവക്കക്കാരൻ, അവനെ കുറിച്ച് പോലും എന്റെ മനസ്സിൽ വല്ലാതെ അനിഷ്ടം തോന്നിയിട്ടുണ്ടല്ലോ. പടച്ചവനെ, ദുനിയാവിന്റെ രസങ്ങളും ദുനിയാവിന്റെ മാറാപ്പുകളും കടമാണ്, കച്ചവടമാണ്, സമ്പത്താണ്. അല്ലാഹുവേ, ഇതെല്ലാം മനസ്സിനെ വല്ലാതെ അലട്ടുകയാ. പക്ഷേ ഞാനിതാ കടന്നു വരുന്നത് എന്നെ സൃഷ്ടിച്ച ഈ ലോകത്തെ സൃഷ്ടിച്ച തമ്പുരാനായ അല്ലാഹുവേ നിന്റെ മുന്നിലാ. ആ നിന്റെ മുന്നിൽ വരുമ്പോ നിന്നെ വരും പൊട്ടീസാക്കാനും കളിയാക്കാറ് വെറുതെ കടന്നു വന്നിട്ട് കാര്യമില്ലല്ലോ അല്ലാ. അതുകൊണ്ട് ഞാനിതാ എന്റെ ദുനിയാവിന്റെ ചിന്തകള്, എന്റെ മനസ്സിന്റെ മതിപ്പുകള് ഞാനിതാ പുറകിലോട്ട് വലിച്ചെറിയാതെ തട്ടിക്കളയുകയാ. അല്ലാഹുവേ, എന്റെ പിന്നിലേക്ക് ഞാൻ വലിച്ചെറിയുകയാ. എന്റെ മനം നിറയെ നീയാണല്ലോ എന്ന് മുന്നിലോട്ട് വലിച്ചിട്ട് റബ്ബിനെ കൊണ്ടുവന്നിട്ടാ തക്ബീർ പറയാ. ഇതാ നമസ്കാരം മോനെ, ഇതുപോലെ കൈകെട്ടാൻ ആർക്കാ ഇന്ന് വരെ കഴിഞ്ഞ അള്ളാഹു ഇനി ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇനി പേപ്പറിൽ എഴുതി വെച്ചിട്ട് പ്രസംഗം ഒന്നുകൂടെ ലൈവിൽ കേട്ട് എഴുതി വെച്ചിട്ട് വായിച്ചിട്ട് നിൽക്കാനല്ല പറയണം. ഇത് നമ്മളെ മനസ്സിൽ വരണം. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. നിസ്കാരത്തിന്റെ ഇതുപോലെ ഓരോ അനക്കത്തിനും മടക്കത്തിനും അത്ഭുതങ്ങളാണ്, പിന്നാമ്പുറങ്ങളുണ്ട്. ഇമാം ഗസാലി തങ്ങൾ ഇഹ്യായൊക്കെ വായിച്ചതൊക്കെ മനസ്സിലാവും. അള്ളാഹു ഉൾക്കൊള്ള ഭാഗ്യം തരട്ടെ. ഇരിക്കട്ടെ. ആ നമസ്കാരത്തിൽ ഇങ്ങനെ നമ്മൾ അള്ളാഹു തമ്പുരാനെ കൊണ്ടുവന്ന് ദുനിയാവ് മുഴുവനും വലിച്ചെറിഞ്ഞ പിന്നെ അള്ളാഹുവിന്റെ ലോകത്തിലാ നമ്മൾ ഇരിക്കേണ്ടത്, അല്ലേ അല്ലേ? അള്ളാഹിന്റെ ലോകത്തില പിന്നെ ദുനിയാവ് ചിന്തിക്കാൻ പാടില്ല. വേറൊന്നില്ല, വജ്ജഹതു. അള്ളാഹ് നമ്മളറിയാം, ഇവൻ കുഴപ്പമാണ്, അവന്റെ മനസ്സ് ബലഹീനമാണ്, എത്ര പ്രതിജ്ഞ ചെയ്താലും മനസ്സ് മാറിപ്പോവും. അള്ളാഹ്ക്ക് നമ്മളറിയാം. അതുകൊണ്ട് അള്ള പഠിപ്പിക്കാൻ കൈകെട്ടി ഉടനെ വീണ്ടും അവനൊന്നുകൂടെ പ്രതിജ്ഞ പുതുക്കണം. വജ്ജഹതു വജ്ഹിയല്ലദീ അല്ലാഹുവേ, അല്ലാഹുവേ, ആകാശഭൂമികളെ പടച്ച അല്ലാഹ്, ഞാൻ എന്റെ മനസ്സും മുഖവും നെഞ്ചും അതേ നിന്നിലേക്കിതാ നേടിക്കാടു, പിന്നിലേക്ക് തള്ളിക്കളയല്ല അല്ലാഹ്. ഇന്ന സ്വലാത്തി വനുസുഖി, എന്റെ ഇബാദത്തുകള്, എന്റെ നമസ്കാരങ്ങള് എല്ലാം നിനക്കാണ് അല്ലാഹ്. ഞാൻ നല്ല ഒന്നാന്തരം മുസ്ലിമാണ് അല്ലാഹ്. പടച്ച തമ്പുരാനോട് വീണ്ടും നമ്മൾ കരാറെടുക്കാട്. ഇങ്ങനെ തുടങ്ങുന്നൊരു നമസ്കാരത്തിന്റെ ലക്ഷണം എന്തെന്നറിയോ? പിന്നെ ദുനിയാവ് കടന്നു വരാൻ പാടില്ല. ദുനിയാവിന്റെ ഒരാളെ കുറിച്ചും ചിന്തിക്കേണ്ട ഇടം നമസ്കാരമല്ല. സുബ്ഹാനല്ലാഹ്, ഇവിടെയാണ് മുത്തുനബിയുടെ പടയം നമ്മൾ തിരിച്ചറിയേണ്ടത്. അറിയാതെ കൈകെട്ടിപ്പോകുമ്പോ വരുന്ന ദുനിയാവാ. നിങ്ങൾ വിചാരിക്കണ്ട ഈ വാളവരണ തങ്ങള് പരിശുദ്ധനാ, ഞാനും മനുഷ്യനാ. ഹൃദയം ഇങ്ങനെ അതേ അലോസരപ്പെട്ടുകൊണ്ട് പല ചിന്താദികളുടെ പിന്നാലെയും സഞ്ചരിക്കോ. മനുഷ്യന് ബലഹീനനാ. അല്ലാഹ്, നമസ്കാരത്തിൽ നിൽക്കുമ്പോ മോന് കേവലം ഒരു തിരിച്ചറിവാ നമുക്ക് വേണ്ടതോ. ഇത് അള്ളാന്റെ മുന്നിലുള്ള മുനാജാത്താ. തമ്പുരാന്റെ മുന്നിലാ കള്ളം പറയണേ. സത്യപ്രതിജ്ഞ കള്ളപ്രസ്താവനയായി മാറരുതല്ലോ. പൊറുക്കണേ അള്ളാന്ന് കൈകെട്ടിക്കഴിഞ്ഞോ പിന്നെ നമസ്കാരത്തിൽ ദുനിയാവില്ല, വാപ്പയില്ല, അമ്പിയാക്കളില്ല, ഔലിയാക്കളില്ല, ആരും അവന്റെ നമസ്കാരത്തിലില്ല. അവസാനമാ നമസ്കാരം സലാമിട്ടാ പോകുമ്പോ അല്ലാഹു അതാ രണ്ടുപേരെ പറയാൻ പറയുകയാണ്. ഒന്ന് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിമിയ സ്വലാത്തിലൂടെ ഇബ്രാഹിം നബിയുടെ പേര് പറയണോ? അത് സുന്നത്താണെന്ന് മാറ്റിവെച്ചാൽ അസ്സലാമു അത്തഹിയ്യാത്തുൽ മുബാറകാതുസ് സ്വലവാതു ത്വയ്യിബാതു ലില്ലാഹ്. അല്ലാഹുവിന്റെ മുന്നിൽ എല്ലാ സുഹൃതങ്ങളും എല്ലാ ഇബാദത്തുകളും പടച്ച തമ്പുരാനെ മുന്നിൽ അങ്ങ് സമർപ്പിച്ചിട്ട് അവസാനം രണ്ടാമത് നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യൂ. ഓ നബിയായവരെ, ഓ നബിയായവരെ, അവിടത്തേക്ക്
അള്ളാന്റെ സലാമെന്ന മുത്തുനബിയെ വിളിച്ചിട്ടോ അതാ പേരെടുത്ത് സലാം പറയല് നിർബന്ധമാ. നമസ്കാരം മുഴുവനും അല്ലാഹ്ക്കാണ്. ആ അല്ലാഹു തമ്പുരാൻ പറയാ തഹിയാത്തിന്റെ മുത്താണ് മുത്തിന് സലാം പറയാതെ നിനക്ക് നമസ്കാരമില്ല, മുത്തുനബി എനിക്ക് ഇഷ്ടമില്ല, സ്വലാത്ത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടോ അവിടെ സലാം പറയാതിരുന്ന അവിടെ നമസ്കാരമില്ല. കാരണം നമസ്കാരത്തിൽ അത്തഹിയാത്തു ഫർളാ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ, ഓ നബിയെ നിമാനവിധങ്ങൾ പറയുന്നത് യാ അയ്യുഹൻ നബി എന്ന നിദാഇന്റെ ഭാഷണത്തിലൂടെ പറയുമ്പോ അടുത്തിരിക്കുന്ന ആളെ വിളിക്കണ പോലെ മുത്തുനബിയെ വിളിക്കണോ നാൾ ആ മുത്തുനബിയെ വിളിച്ചിട്ട് സലാം പറയണോന്നാ. മുത്തുനബി പൊട്ടനാണെന്നാണ് ചില ആളുകളുടെ വാദം. മദീനത്തിന്റെ മുത്തുനബി അതേ ഇത് കേൾക്കും മോനെ നമുക്ക് സലാം പറയുമേ മോനെ. അല്ലാഹു തമ്പുരാനോ മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അത്ഭുതമായി കരുതണ്ട. ഹയാതി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും വതുഅറദു അലയ്യ അഅമാലുകും നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ എന്റെ മരണവും എന്റെ ജീവിതവും നിങ്ങൾക്ക് ഖൈറാ. നിങ്ങളുടെ അഅമാലുകൾ എനിക്ക് വെളിവാക്കപ്പെടോ. വഇൻ വജതു ഖൈറാ, ഇനി നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങളാ ചെയ്യുന്നതെങ്കിലോ ഞാൻ എത്തിക്കുമ്പോ ഞാൻ കാണുമ്പോ നല്ലതാണെങ്കിലോ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കും, എനിക്ക് സന്തോഷമാണ്. ഇനി നിങ്ങളതേ എനിക്കിഷ്ടമില്ലാത്ത തിന്മകളാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അല്ലാഹുവിനോട് പൊറുക്കൽ തേടുമെന്ന് മുസ്തഫ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹ്. അറിയുമോ സഹോദരാ, നമ്മൾ ഇന്നുള്ളത് ഇന്ത്യ മഹാരാജ്യത്താണ്. ലോകമറിയുന്നൊരു മഹാമനുഷ്യ ഇന്ത്യയിൽ ജീവിച്ചുപോയി. അതാ അഹ്മദ് റിളാ ഖാൻ ബറേൽവി എന്ന് പറയുന്ന ആശിഖുർ റസൂൽ 16 ഭാഷകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് എഴുതിയ മഹാനായ സയ്യിദുനാ അഹ്മദ് റിളാ ഖാൻ ബറേൽവി റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവൻ അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട മഹാനാണ്. പരിശുദ്ധ മദീനത്ത് പോയിട്ട് ആ റൗളയുടെ ഓരത്തൊന്ന് ചെല്ലാതെ ചുറ്റുഭാഗം ഇങ്ങനെ കറങ്ങി മടക്കുവാണ്. എന്തിനാണെന്നറിയോ? ആ മുത്ത് ക്ഷണിക്കാതെ ഞാൻ അവിടത്തെ ഓരത്ത് പോകില്ല. 16 ദിവസങ്ങൾ ഭക്ഷണമില്ലാതെ അന്നപാനീയങ്ങളില്ല മദീനത്തിന്റെ ചുറ്റും കറങ്ങി മടന്നിട്ട് 16ാമത്തെ ദിവസം മുത്തിന്റെ ഹബീബിന്റെ ഓരത്ത് ഓടി വന്നിട്ട് യാ റസൂലല്ലാഹ്, മദീന എന്ന് പറയുന്ന ലോകത്തിന്റെ അഭിമാന നഗരമല്ല നബി, ഇവിടെ ആര് വന്നാലും പട്ടിണി കിടക്കാറില്ലല്ലോ. ലോകത്തിന് ആര് വന്നാലും ആതിരേയ മര്യാദയ്ക്ക് ലോകത്ത് കേളി കേട്ട അത്ഭുത നാടല്ല നബിയേ. ഈ അഹ്മദ് റിളാ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നിട്ട് യാ റസൂലല്ലാഹ് 16 ദിവസമായി നബിയേ ഒരാളും ഭക്ഷണം തിന്നില്ല, ഒരാളും വെള്ളം തിന്നില്ല. ഇത് പറയുമ്പോഴത്തേക്ക് സുബ്ഹാന ജല്ല ജലാലു മുത്തിന്റെ ആ റൗളയൊന്ന് കുടുങ്ങിയിട്ട് വാതിൽ തുറന്നു പോയ സംഭവം അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അഭിമാനമേ, നമ്മുടെ ഇന്ത്യക്ക് അഭിമാനമേ മഹാനായ അഹ്മദ് റിളാ ഖാൻ ബറേൽവി, അവിടുത്തെ ബറക്കത്ത് അല്ലാഹു തരട്ടെ. അവിടുന്ന് ഒരു വേള അത്തഹിയാത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ, അത്തഹിയാത്തിൽ ഇങ്ങനെ ഇമാമത്തായിട്ട് നിൽക്കുമ്പോ ലോകമറിയുന്ന പണ്ഡിതന്മാരാണ് അവിടുത്തെ ശിഷ്യന്മാരുള്ളത്. അവരിങ്ങനെ പുറകില എല്ലാ വക്കത്തിലും ഇമാമത്തിക്കുന്ന അഹ്മദ് റിളാ ഖാൻ ആ റക്അത്തിൽ അത്തഹിയാത്തോതും അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. ഒരു ആവശ്യമായി രണ്ടാമത് ശബ്ദം കൂട്ടി ഒന്നുകൂടെയായി മൂന്നാമതൊന്നുകൂടെ സലാം പറയാ. ശിഷ്യന്മാർക്ക് ഇത് കേട്ടിട്ട് ദഹിക്കണില്ല. എന്തേ ഇന്ന് വരെയില്ലാതൊരു അനുഭവം എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാ നാലാമത് മഹാനായ അഹ്മദ് റിളാ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറഞ്ഞ് അത്തഹിയാത്ത് അങ്ങ് പൂർത്തിയാക്കുമ്പോ നമസ്കാരം കഴിഞ്ഞ് ശിഷ്യരോട്
വരികയാണ്. ഉസ്താദിനോട് അത്ഭുതത്തോടെ തേടുകയാ, എന്തേ തങ്ങളെ എന്ന് അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ 4 വട്ടം ആവർത്തിച്ചതെന്തിനാ? എന്തേലും പുണ്യമുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനെ പേര് പറയും, കൂടുതൽ പറയണോ? നമുക്കറിയില്ലെന്ന് പറഞ്ഞു തരോ? തോക്കും മുഹമ്മദ് റിളാഖാന്തങ്ങൾ വിറങ്ങലിച്ചു പോയ അതാ മരിച്ച തടി പോലെ രക്തം പറ്റി ഇങ്ങനെ സ്തംഭിച്ചിരിക്കയാ. ശിഷ്യന്മാർക്ക് മനസ്സിലായെന്തോ അപകടം പറ്റിയിട്ടുണ്ടോ? കുറച്ചു നേരം കയ്യും കാലുമെല്ലാം ഒടിഞ്ഞു കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോ മഹാനുഭാവനെന്ന് റാഹത്താകുമ്പോ ചോദിക്കുമ്പോഴാ ആ മഹാനുഭാവം പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ നേരത്തെ റസൂലുള്ളാഹ് തങ്ങളോട് പറഞ്ഞ മറുപടിയാ അഹ്മദ് റിളാഖാൻ തങ്ങൾ പറയണ്, നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കണ മഹാനാ, ഈജിപ്തിൽ പോണ്ട മോനെ, അടങ്ങിയിരിക്കുന്നത് ഇന്ത്യയിലാ. അല്ലാഹ് ആ മഹാനുഭാവം പറയാണ്, മക്കളെ എന്റെ കഴിഞ്ഞ 20 വർഷക്കാലം ഞാൻ എന്റെ അത്തഹിയാത്തിലൊന്നിരുന്ന് അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ എന്ന് ഞാനൊന്ന് സലാം പറഞ്ഞോ. മദീനത്തിന്റെ ഹബീബ് റസൂലുള്ളാഹ് അവിടുത്തെ മുസറഫാടെ ശബ്ദം കൊണ്ട് എന്റെ സലാമിന് മറുപടി പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. അത്ഭുതമേ മുസ്തഫ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അഹമ്മദ് പറയാം, എനിക്ക് കേൾക്കാൻ പറ്റും ആനന്ദത്തോടെ ഞാൻ എന്റെ അത്തഹിയാത്ത് തീർക്കുമായിരുന്നു. പക്ഷേ സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ദിവസം നീ കഴിഞ്ഞ അത്തഹിയാത്തിൽ ഞാനതാ അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ എന്ന് പറയുമ്പോഴാ സലാം എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. വീണ്ടും ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ പറഞ്ഞു. നാലാമതെന്റെ ഹൃദയം വല്ലാതെ മരവിച്ചു പോയി മക്കള്. നാടീ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി മക്കള്. ഞാനങ്ങ് വഫാത്തായി പോകുമെന്ന് ഭയപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ പൊന്നുമോൻ എന്തേലും വിഷമം സംഭവിച്ചോ? അവിടത്തേക്ക് പൊരുത്തമില്ലാതെ എന്തേലും വന്നുപോയോ എന്ന് ചോദിച്ചുകൊണ്ട് മനസ്സാലെ മന്ത്രിച്ചുകൊണ്ട് സലാം പറയുമ്പോഴാ ആ മുത്തിന്റെ സലാം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ആ 4ാമത്തെ സലാമിനും കേൾക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിലോ മക്കളെ, ഒന്നുകിൽ ഞാനിവിടെ മരിച്ചു വീഴുമായിരുന്നു ഹൃദയസ്തംഭനം കൊണ്ട്, ഇല്ലെങ്കിൽ എന്റെ അത്തഹിയാത്ത് തീരൂലായിരുന്നു. അല്ലാഹു അത്ഭുതമേ മുഹമ്മദ് മുസ്തഫ. ഇതുപോലെ മുത്തിനെ പണയിക്കാൻ ആ സുന്ദരമായ ശബ്ദം നമുക്ക് ഇതുപോലെയൊന്നും കറാമത്തിട്ടില്ല. പക്ഷേ ആ മദീനത്തിന്റെ ഓരത്തൊന്ന് പോയിട്ടെങ്കിലും അല്ലാഹുവേ ആ മുത്തിന്റെ ഒന്ന് കാണാനുള്ള വിധി കൂട്ടണേ അല്ലാഹ്. നമ്മുടെ ദക്ഷിണ കേരള ജനത്തുൽ മുഅല്ലിമീന്റെ സംസ്ഥാന സെക്രട്ടറി ഇർഷാദ് ഉസ്താദും സംഘവും അതുപോലെ മുജീബ് ഉസ്താദും കുടുംബവും ഒക്കെ ഇന്ന് രാവിലെ യാത്ര പറഞ്ഞ് പരിശുദ്ധമായ മദീനത്തേക്ക് ആദ്യം പോവാ. ഇന്ന് രാത്രി അവർ ഒരുപക്ഷെ ഞാൻ പ്രഭാഷണം നടത്തുമ്പോൾ മദീനത്ത് അവർ ഇറങ്ങിയിട്ടുണ്ടാവും. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ, അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. ഇന്ന് ഞാൻ തന്നെ ദുആ ചെയ്യും, നിർബന്ധം പിടിച്ച്. ഇന്നലെ ഞാൻ വടുതലയിൽ ഒരു പരിപാടിയും കഴിഞ്ഞ്, അത് കഴിഞ്ഞ് ആലപ്പുഴയിലെ ഖാസിം ഉസ്താദിന്റെ പരിപാടിയും കഴിഞ്ഞ് എത്തിയപ്പോ തന്നെ 4 മണിയായി. പിന്നെ 6 മണിക്ക് വീണ്ടും കടുവാപ്പള്ളിയിൽ പോയി യാസീനോ ദുആ ചെയ്ത് വിട്ടിട്ടാ പിന്നെ വീട്ടിലോട്ട് മടങ്ങി വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കൊക്കെ തരട്ടെ, ബറക്കത്ത് റസൂലില്ലാഹി. ഇന്ന് എനിക്ക് മടങ്ങിപ്പോയ വീണ്ടും നാളെ എനിക്ക് പത്തനംതിട്ടയിലാണ്. അതവിടെയല്ലേ? ആ മടയിൽ പോയിട്ട് വീണ്ടും എനിക്ക് വരണം. നമ്മുടെ സെക്രട്ടറി പറഞ്ഞു ഇവിടെ റൂം അറേഞ്ച് ചെയ്യാൻ കിടക്കാൻ. എന്തായാലും പോട്ടെ, ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. നമുക്ക് മുത്തിനെ പണയിക്കണം, നമുക്ക് മുത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടണം. നമ്മുടെ മുത്ത് ചില്ലറ മുത്തല്ല. ആ മുത്തിന്റെ മുഖം അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അബ്ദുൽ മുത്തലിബ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുഞ്ഞായി ജനിച്ചു വീണതറിയുമ്പോൾ ആ കുഞ്ഞിനെ എടുത്ത് വെളിയിലിറങ്ങുമ്പോൾ ആ മക്കയിലെ മണലാരുണ്യം ചുട്ടു പഴുത്തിരിക്കാൻ ആ നാട്ടിൽ വെള്ളമില്ല. ജനങ്ങള് വല്ലാതെ ബോധം കെട്ടി വിടാൻ, മൃഗങ്ങൾ ചത്തുവിടാൻ, ഉമ്മമാരെ മാറത്ത് പോലും പമ്മിഞ്ഞയില്ലാതെ പാലില്ലാതെ മരവിച്ചു പോയ ഒരു ദുരവസ്ഥയിൽ മക്കയാകുമ്പോഴാ ഈ അബ്ദുൽ മുത്തലിബ് ഓടി വന്നിട്ട് മുത്തലി പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞിനെ വാരിയെടുത്തിട്ട് പരിശുദ്ധമാണ് മക്കയുടെ ഓരത്തിങ്ങനെ വെളിയിലോട്ട് കൊണ്ടുവന്ന് ആകാശത്തോട്ട് കാണിക്കുമ്പോ ആ
മുത്തിന്റെ മുസറഫാണ് മുഖം കാണുമ്പോ കത്തിച്ചുരിച്ച് പഴുത്തിക്കുന്ന സൂര്യൻ ഒന്ന് തണുക്കുകയാണ്. ഏകാവൃതമായ മക്കയുടെ മണലുകളെ നനച്ചുകൊണ്ടതാ അശ്രുഗണങ്ങൾ ഇങ്ങനെ പെയ്യുകയാണ്, മഴത്തുള്ളികള്. അല്ലാഹു ഭാഗ്യം തരട്ടെ. മുത്തിന്റെ മുഖത്തിന്റെ പ്രത്യേകത അതാ. ഒരു 10,000-കണക്കിന് കുട്ടികൾ ഇങ്ങനെ നിൽക്കുവാണ്. അതിൽ ഒരാളെ മുത്തുനബി തൊട്ടിട്ടുണ്ട്. അങ്ങനെ 10,000-കണക്കിന് മക്കൾ ഇങ്ങനെയുണ്ട്. ഒരാളെ മുത്തുനബി തൊട്ടിട്ടുണ്ട്. ആ ആളെ തിരിച്ചറിയണം. എങ്ങനെ അറിയാൻ പറ്റും? മാന്മാർ പറയാ, മുത്തുനബിയുടെ കൈ തൊട്ടാൽ അത് വല്ലാത്ത നറുമണമാണ്, അത്ഭുതമായ നറുമണം. ആ 10,000-കണക്കിന് ലക്ഷക്കുട്ടി നിന്നാലും ആ കുട്ടി തിരിച്ചറിയാൻ പറ്റും. കാരണം ആ കുട്ടിയുടെ തലയിൽ മുത്തിന്റെ കൈ സ്പർശിച്ച നറുമണം ഉണ്ടാകും. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അത്ഭുതമേ മുസ്തഫ. മഹതിയായ ഉമ്മു ആസിം റളിയല്ലാഹു തആല അൻഹ പറയുന്ന സംഭവം കാണാം. മഹാനായ ഉത്ബത്ത് ബിൻ ഫർഖദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട പത്നിയ ആ ഉമ്മു ആസിം റളിയല്ലാഹു അൻഹ പറയാ, ഞങ്ങൾ 3 പേരാണ്. ഉത്ബത്ത് ബിൻ ഫർഖദ് റളിയല്ലാഹു തആല അൻഹു ഞങ്ങളുടെ ഭാര്യമാര് 3 പേരാണ്. ഈ ഫർഖദിന് നല്ല മണമുള്ള വൃത്തി വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ 3 ഭാര്യമാരും ഈ ഭർത്താവിന്റെ ഇഷ്ടം പിടിക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടിക്കിട്ട് നല്ല മുന്തിയ അത്തറുകൾ, നല്ല നറുമണമുള്ള അത്തറുകൾ വാങ്ങി ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്, വസ്ത്രത്തിലും ദേഹത്തിലുമെല്ലാം. പക്ഷേ ഞങ്ങളുടെ ഭർത്താവ് ഉത്ബത്ത് ബിൻ ഫർഖദ് അത്തർ ഉപയോഗിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഞങ്ങൾ എത്ര മുന്തിയതരം അത്തർ വാങ്ങി തേച്ചു പോയാലും ഞങ്ങൾ അത്തറിനേക്കാളും നല്ല മണമാണ്, മുന്തിയ മണമാണ് ഞങ്ങളുടെ ഭർത്താവിന്റെ ദേഹത്തുള്ളത്. എന്തെന്നില്ലാത്തൊരു ബറക്കത്തുള്ള മണോ. ഞങ്ങൾ അങ്ങനെ 3 പേരും ഒരുമിച്ച് കൂടി തന്ത്രത്തോടെ ഓടി വന്നിട്ട് ഭർത്താവായ ഉത്ബത്ത് ബിൻ ഫർഖദ് എന്ന മഹാനുഭാവന്റെ ഓരത്ത് വരാ. ഓടി വന്ന് ചോദിച്ച്, പ്രിയമുള്ളവരെ, നിങ്ങൾ കയ്യിൽ അത്ര കുപ്പി കാണാറില്ല, അത്ര പുരട്ടണത് ഞങ്ങൾ കാണാറില്ല. ഞങ്ങളെല്ലാം മത്സരിക്കാൻ മുന്തിയ അത്രകൾ വാങ്ങിത്തേക്കല. നിങ്ങൾക്കാണെങ്കിലോ എപ്പ തൊട്ടാലും ഞങ്ങളെക്കാളും നല്ല മണമാട്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യമെന്ന് തേടുമ്പോ മഹാനായ ഉത്ബത്ത് ബിൻ ഫർഖദ് റളിയല്ലാഹു തആല അൻഹു നിങ്ങൾ പറയാ, എന്റെ പ്രിയ പത്നിമാരെ, മുൻപല്ലാന്റെ റസൂലിന്റെ ഓരത്ത് പോകുമ്പോ എന്റെ ശരീരത്ത് വല്ലാതെ വ്രണങ്ങൾ ഉണ്ടായിരുന്നു. സോറിയാസിസ് പോലെ ശരീരം ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടി എവിടെ പോയാൽ ശരീരം ഇങ്ങനെ മാന്തി പൊളിക്കുന്ന ഒരു ശീലുണ്ട്. അങ്ങനെ ഒരു വേള ഒരു സദസ്സിലിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഭാഷണം സഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാ എന്റെ ശരീരം വല്ലാതെ ചൊറിഞ്ഞു തടിക്കുമ്പോ ഞാൻ ചൊറിയാൻ തുടങ്ങി. എന്റെ കൈകാലുകൾ അനങ്ങുന്നത് കാണുമ്പോ അശ്രദ്ധയോടെ ഇരിക്കുന്നു എന്ന് കരുതി അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ എന്നെ പിടിച്ച ആ സദസ്സിന്റെ മുന്നിലിരുത്തി. ഞാൻ ആ മുന്നിലിരുന്നു. ശരീരത്തിന്റെ ചൊറി സഹിക്കാൻ കഴിയാതെ വന്നപ്പോ ഞാൻ വീണ്ടും മുത്തിന്റെ മുന്നിലിരുന്നു കൊണ്ട് ചൊറിയാൻ തുടങ്ങി, മാന്താൻ തുടങ്ങി. ആ ചൊറിച്ചിലിങ്ങനെ അധികരിക്കുമ്പോ കാലുകൾ പോലും നീട്ടിവെച്ച് മടക്കി വെച്ച് സഹിക്കാതെ ചൊറിയുമ്പോ എന്റെ ഔറത്തിന്റെ തുണി പോലും അങ്ങ് മാറുമ്പോ ചൊറിയുന്ന വിപ്രാളം, തുണി പിടിച്ചു വെക്കുന്ന വിപ്രാളം, ഇതെല്ലാം എന്റെ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കാണുമ്പോ അവിടുന്നതാ സദസ്സിൽ എഴുന്നേറ്റ് എന്റെ ഓരത്ത് വരാ. അവിടത്തേക്ക് വലിയ വിഷമമായി പോയി. എന്റെ വേദന കാണുകയോ എന്റെ ഓരത്ത് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ടോ ആ കൈകളിൽ മുത്തുനബി എന്തോ മന്ത്രിച്ചെന്ന് ഊതിയിട്ടോ അവിടത്തെ കൈകളിങ്ങനെ തിരുമ്മി, കൈകളിങ്ങനെ ഉരച്ചിട്ടോ അതിന്റെ ശരീരത്ത് എവിടെയെല്ലാം പാടുകളുണ്ടോ ചൊറിച്ചിലുണ്ടോ അവിടെ ആകമാനം ഒന്ന് തടയുകയാ. അല്ലാഹുവിന്റെ
റസൂലിന്റെ കൈ തൊട്ടുപോയ ഇടങ്ങളിലോ പിന്നെ ജീവിതത്തിൽ എനിക്ക് ചൊറിച്ചിൽ വന്നില്ല എന്ന് മാത്രമല്ല, എത്രയോ വർഷങ്ങളാ ഇന്ന് വരെ ഒരു 5 രൂപയുടെ അത്ര പോലും, ഒരു നയാ പൈസയുടെ അത്ര പോലും എനിക്ക് തേക്കേണ്ടി വന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ തൊട്ട സ്ഥലം എന്തോ ഒരു നിർമ്മലമാ, എന്തോ ഒരു സുഗന്ധമാ, അത്ഭുതമേ മുസ്തഫ. ഉറക്കെ മദീനത്തേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, മുത്തിനെ ഇഷ്ടപ്പെടുമ്പോൾ, സ്നേഹിക്കുമ്പോൾ നമ്മളെല്ലാം കൊതിക്കേണ്ടത് എന്താണെന്നറിയോ? ഈ ദുനിയാവിന്ന് ഒരിക്കലെങ്കിലും നമ്മൾ മരിക്കുമല്ലോ. കോന്നി ജുമാ മസ്ജിദിന്റെ ഓരത്ത് നമ്മളെ കൊണ്ടുവച്ചു പോകും. എന്റെ പ്രിയമുള്ള സഹോദരാ, ദക്ഷിണ കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ സുന്ദരமான സിലബസിലോ നല്ലതുപോലെ ദീനീ വിദ്യാഭ്യാസം നടത്തുന്ന ഒരു കലാലയോ ഈ നാട്ടിലുള്ളത്. ഇസ്ലാം കാര്യങ്ങൾ 5 ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടില്ല. ഇരിക്കട്ടെ. ഇസ്ലാം കാര്യങ്ങളിൽ നോക്കിക്കേ, ഷഹാദത്ത് തുടങ്ങി, നമസ്കാരം തുടങ്ങി, നോമ്പ് തുടങ്ങി, ഹജ്ജ് തുടങ്ങി, ഇങ്ങനെയല്ലേ നമ്മുടെ അമലുകളുള്ളത്. ഈ അമലുകളെല്ലാം 1-ാം ക്ലാസ് നോക്കിയാണ്. 1-ാം ക്ലാസ് അലിഫ് പഠിച്ചാൽ മുതൽ നിർബന്ധം. ഒരാള് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ആദ്യത്തെ വക്കത്ത് നിർബന്ധമാകും. അപ്പൊ നിക്കരിക്കണം എന്ത് വേണം? അമല് പഠിക്കണം. ഇന്ന് ആളുകൾക്ക് യൂട്യൂബ് എടുത്ത് നോക്കിയിട്ട് പടച്ചോനെ നിസ്കരിക്കാത്തതിന്റെ പ്രതിഫലത്തിന്റെ ദിക്ർ പഠിച്ചാൽ മതി. അങ്ങനാണ് ഇന്ന് ആൾക്കാർക്ക് ദിക്ർ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ പൈസ കിട്ടാനുള്ള സൂറത്ത് കിട്ടിയാൽ മതി. യൂട്യൂബ് നോക്കി ഇങ്ങനെ ദിക്റുകളുടെ ലോകമായി മാറുക. ദിക്ർ നിർബന്ധമല്ല, സുന്നത്തായ കാര്യമാണ്. പക്ഷേ നിർബന്ധമായും പഠിക്കേണ്ടത് എന്താ? അമലുകളെ എങ്ങനെ നിക്കരിക്കണം. ഉളു മുറിയുന്നത് എപ്പോഴാ? ഉളു മുറിഞ്ഞാൽ എന്താ ചെയ്യാ? ഇതൊക്കെ വിശദമായി പഠിക്കുമ്പോഴാണ് നമ്മുടെ അമല് എന്ന് പറയുന്ന സംഗതി ശരിയാവുക. പിന്നെ സ്വഭാവം നന്നാവാൻ ഉമ്മയോട്, വാപ്പയോട്, അയൽവക്കക്കാരോട് നന്നാവാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്ന സുന്ദരമായ ഒരു സംഗതിയുണ്ട്, അഖ്ലാഖ്. പിന്നെ മതം പഠിക്കാൻ ദീനിയാത്ത്. മുത്തുനബിയുടെ പേര് കേട്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പറ്റുന്ന ദീനിയാത്ത് അല്ലേ? അള്ളാന്റെ ഔലിയാക്കൾ എന്നാ മദ്രസയിലേക്ക് വരുമ്പോ നമ്മുടെ മദ്ഹബുകൾ 4 അവിടെ എഴുതി വെച്ചിട്ട് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, നമ്മളൊക്കെ ഹനഫിയാക്കളല്ലേ അല്ലേ? മഹാനായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ലോകത്ത് ആദ്യമായി മുത്തുനബിയുടെ പ്രണയം പഠിപ്പിച്ച മഹാത്ഭുതമായ ഇമാമാണ് ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. നമ്മുടെ ഇമാമ ലോകത്ത് മുത്തുനബിയുടെ ഏറ്റവും വലിയ പ്രണയം പഠിപ്പിച്ച മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. രണ്ടാമത് കാണാം ഇമാം ശാഫിഈ, മാലികി, ഹംബലി റളിയല്ലാഹു അൻഹു അജ്മഈൻ. പക്ഷേ ഇന്ന് പല ദിക്റിന്റെ പേരിൽ കടന്നു വരുന്നവർക്ക് ഷാഫി മദ്ഹബില്ല, ഹനഫി മദ്ഹബില്ല. നാളെ മദ്ഹബില്ലാത്ത ഒരു ലോകം ഇവിടെ കടന്നു വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു രക്ഷിക്കട്ടെ. നാളെ നമ്മൾ മരിച്ചു കിടന്നാല് ദക്ഷിണയുടെ പൊന്നുമക്കൾ അടുത്ത് വന്നിരുന്ന ഫാത്തിഹ ഓതാൻ അവരൊരു മടിയില്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇന്ന് ഒരുപാട് നമ്മുടെ ഭാഗത്തൊക്കെ ഒന്നുണ്ട് ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഉണ്ട്. ഖുർആൻ ഖത്മൊക്കെ പഠിപ്പിക്കും. പക്ഷെ മരിച്ച വീട്ടിൽ ഓതാൻ വിടൂല. കാരണം എന്താ? ഖുർആൻ പോണ റൂട്ടില്ല എന്നാ പറയണേ. എന്നെ MC മാത്രമേ ഉള്ളൂ. കോണിസേലൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇല്ലേ? നമ്മൾ ഖുർആൻ പഠിപ്പിച്ചിട്ട് മരിച്ചു കിടന്ന വാപ്പാക്കൊരു ഫാത്തിഹ ഓതി, അല്ലാ എന്റെ വാപ്പായ പടച്ചോനെ നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യാൻ ആ മക്കളെ കൊണ്ട് കഴിഞ്ഞ് പിന്നെ എന്തിനാ പഠിപ്പിക്കണേ? അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ അല്ലേ? നമ്മുടെ മുത്തിന്റെ നബിദിനം വരുമ്പോ ഒന്ന് സന്തോഷിച്ചിട്ട് ഒരു പച്ചക്കുടി കെട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് മുസ്ലിമാ നമ്മള്? അസ്അദു യൗമിൻ തുലഅത് ഫീഹി ശംസു എന്ന പരിശുദ്ധ ദീൻ പഠിപ്പിച്ച അല്ലാഹുവിന്റെ ദുനിയാവിന്റെ ദിവസങ്ങളിൽ ഏറ്റവും പവിത്രമായ ദിവസമാണ്, ഏറ്റവും വിജയത്തിന്റെ ദിവസമാണ്, ഏറ്റവും നല്ല റാഹത്തിന്റെ ദിവസമാണ് നബിദിനം എന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കൾ ആ ദിവസം വരുമ്പോ അന്തസ്സായി പറയാം, ദക്ഷിണയുടെ പൊന്നോമലുകൾ നബിദിനം ആഘോഷിക്കും. ജീലാനി തങ്ങൾക്ക് റളിയല്ലാഹു പറയും, വാപ്പ മരിച്ചാൽ കബറിൽ പോയി ഫാത്തിഹ ഓതും. അല്ലാഹു ഭാഗ്യം തരട്ടെ. അങ്ങനെയുള്ള അടുത്തൊരു തലമുറ ഇവിടെ വളർന്നു വരട്ടെ. അല്ലാഹു ഭാഗ്യം ചെയ്യട്ടെ. നിങ്ങൾ ഒരു ജമാഅത്തിൽ നല്ലൊരു ഇമാമിനെ വെക്കണം. അതോടൊപ്പം തന്നെ നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്യണം. ഇന്ന് എവിടെ പോയാലും പള്ളികൾ അമ്പരചുംബിയാക്കാൻ, യാസി വെക്കാൻ എല്ലാവരും ഉഷാറാ. പക്ഷേ ആ സ്ഥലങ്ങളിലെ മദ്രസയിൽ കയറി നോക്കണം. 80 വയസ്സായ പ്രസിഡന്റ് പഠിച്ച അതേ ബെഞ്ചും ഡെസ്കും ആയിരിക്കും മദ്രസയിൽ ഉണ്ടാവുക. ശരിയാണോ അല്ലേ? നിങ്ങൾ പറയും. എവിടെ പോയാൽ ഇവിടെ അല്ല പ്രസിഡന്റ് ആലേക്ക് അതൊക്കെ എനിക്ക് തന്നെ ബുദ്ധിയായിരുന്നു അല്ല. ഇവിടെ ഞാൻ കയറി കണ്ടത്, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയണേ. ഇല്ലെങ്കിൽ ചിലപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന പൈസ 1000 മാറ്റി.
അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇവിടെ നല്ല നല്ല സുന്ദരമായ മദ്രസ കാണുമ്പോ വല്ലാതെ കോരിത്തിരിച്ചു പോകുക. അള്ളാഹു അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. നല്ല നല്ല സ്കൂളുകളിൽ നമ്മളെ മക്കൾ പോയിരുന്ന് പഠിച്ചിട്ട് മദ്രസ വരുമ്പോ ഒടിഞ്ഞ ബെഞ്ച്, മിക്കവാറും മദ്രസയിൽ വീട്ടിൽ പോകുമ്പോഴേക്ക് ഇവിടെ ആണികുത്തി കയറി, അവിടെ കയറി, ഇവിടെ കയറി, ഒരഞ്ഞ കയറിക്കും. ആ അവസ്ഥ മാറി നല്ല അലങ്കാരമുള്ള തിളങ്ങുന്ന പെയിന്റും നല്ല സുന്ദരമായ വർക്കും ചെയ്ത സ്മാർട്ട് ക്ലാസ് റൂമിൽ ഇരുന്ന് നാളെ മുതൽ നമ്മളെ മക്കൾ പഠിക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ആ മദ്രസയിൽ വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് സന്തോഷം ഉണ്ടാവണം, നമ്മുടെ മക്കൾക്ക് സന്തോഷമായി ഇരിക്കാൻ കഴിയണം, അതിന്റെ അന്തരീക്ഷം നന്നാവണം. എങ്കിലേ നമ്മുടെ മക്കൾക്ക് ഉള്ളിലോട്ട് ഇൽമ കടന്നു പോകുള്ളൂ. സ്കൂളിൽ പോയി ഒരല്പം അഴിക്കുന്നത് എന്താ പെയിന്റ് അടിക്കാത്തെന്ന് ചോദിച്ചിട്ട് നമ്മളെ പൈസ ഒരുപാട് കൊടുക്കണം, നമ്മളാ അല്ലേ, ഒരുപാട് കൊടുക്കണം നമ്മൾ. പക്ഷേ മദ്രസയ്ക്ക് വേണ്ടി ചോദിച്ചാൽ നമ്മളാരും കൊടുക്കൂല. കാരണം എന്താ, ഇത് ഉപകാരമുള്ള കാര്യമല്ല, മറ്റൊരു ഉപകാരം ഇല്ലാത്തത്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. കാരണം മനുഷ്യന്റെ സ്വഭാവം ആവശ്യമില്ലാത്തതിന് വേണ്ടി എപ്പോഴും ചെലവഴിച്ചുകൊണ്ടേയിരിക്കും. ആവശ്യമുള്ളത് തിരിച്ച് നമുക്ക് ഒരു റമളാൻ വന്നാൽ ഒരു ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഏതാ തോന്നിയില്ലേ? അലങ്കാർ. നാളെ 10,000 വാങ്ങിച്ചോണ്ടാ പരസ്യത്തിന്റെ പൈസ. അപ്പോ അലങ്കാർ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, ഒന്ന് കേറിയിട്ട് വന്നെങ്കിൽ എത്ര ആയിരങ്ങളാ പൊടിയണം അല്ലേ? സക്കറിയ ഉസ്താദ് തൊണ്ടകീറി വെള്ളിയാഴ്ച പറയും നമ്മുടെ സ്മാർട്ട് ക്ലാസ് റൂം തങ്ങൾ വരാട് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞ് ബക്കറ്റ് ഇങ്ങനെ മുന്നിലോട്ട് പോയാൽ 100 നോക്കും, മടക്കി 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 അവസാനം 10 ഉണ്ടെങ്കിൽ ഇടും, 20 ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നോക്കും. ആരെങ്കിലും നോക്കണമെങ്കിൽ അതിടും, അല്ലെങ്കിൽ അതിടില്ല. ഈ ഒരു അവസ്ഥയാ പള്ളിയിൽ. ഇല്ലെങ്കിൽ കൊടുത്ത 100. നിങ്ങൾ ആരെയും കുറ്റം പറയല്ല കേട്ടോ, അങ്ങനെ വിഷമിക്കരുത്. നിങ്ങൾ ആരെയും കുറ്റം, നിങ്ങളൊക്കെ നിറയെ കൊടുത്തോണ്ടാ ഈ പള്ളി ഇങ്ങനെ നിൽക്കുന്നത്. പൊതുവേ ഉള്ള കാര്യം പറയല്ല, ഇതിലൂടെ കേൾക്കണവരുണ്ടല്ലോ, അവരും കൂടെ നന്നാവട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അല്ല, നാളെയിലേക്ക് ഞാൻ മാറ്റിവെക്കണമെന്ന ബോധമുണ്ടാക്കാനായി നബി അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇതുകൊണ്ടുണ്ടാവേണ്ടതാ നാളെയിലേക്ക് എനിക്ക് ഉപകാരപ്പെടണം. നമ്മൾ മരിച്ചു പോയാലേ, നമ്മളിപ്പോ വാപ്പാരെ ആണ്ട് വരുമ്പോ യാസീനും ഒക്കെ ഓതും നമ്മൾ. പക്ഷെ നമ്മൾ മരിച്ചു പോയാൽ ഒരു പട്ടി റോട്ടിൽ ചത്ത് കിടന്നാൽ എങ്ങനെ എടുത്തോണ്ടിടുവോ ആ ലാഘവത്തോടെ കൊണ്ട് കളയും. തൽക്കീന് ഓതിയാ ഓതി, ലായിലുള്ള പറഞ്ഞാ പറഞ്ഞു, ഇല്ല ഇല്ല, തൽക്കീന് പോലും പോരാൻ അറിയില്ല. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. 3-ാം പത്തി ഇല്ല, ആണ്ടുമില്ല, ഒന്നുമില്ല. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. നമ്മൾ വല്ല ഉണ്ടാക്കി വെച്ചാൽ കിട്ടും. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ പിശുക്കന്മാരായി മാറണം. അള്ളാഹു റസൂൽ പറയാണ്, പിശുക്കല്ലേ പിശുക്കല്ലേ പിശുക്കല്ലേ. അപ്പോ ഇന്ന് ആളുകൾ പിശുക്കിക്കൊണ്ടിരിക്കുക. പരിശുദ്ധമായ ഏറ്റവും വലിയ ഖുർആൻ കയ്യിലുള്ളപ്പോ പിശുക്കുപാടില്ല എന്ന് പറഞ്ഞ ഖുർആൻ കയ്യിലുള്ളപ്പോ ആ ഖുർആൻ പിടിച്ചുകൊണ്ട് പിശുക്കാൻ പോവാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ വണ്ണവും വലിപ്പും മരിച്ചു കിടക്കണം. എന്റെ വാപ്പാടെ പാവം പോലും അല്ല പൊറുക്കാൻ ഈ ഖുർആൻ കഴിയുമെന്ന ഖുർആനിന്റെ മഹത്വം നമ്മളങ്ങ് തള്ളിക്കളഞ്ഞിട്ട് ഖുർആൻ ഓതിയ കിട്ടൂല എന്ന് പറയുമ്പോ ഖുർആനെ പോലും നിഷേധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ഖുർആനിന്റെ മഹത്വം പോലും തള്ളിക്കളയുന്ന ഒരു അവസ്ഥയിലേക്ക്, ഈമാൻ കൂപ്പുകുത്തി പോകുന്ന ഗതികേടിലേക്ക് നമ്മുടെ മക്കളെ തള്ളിവിട്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അള്ളാഹു തമ്പുരാനെ മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇല്ലല്ല, നല്ല കേട്ട രസമുണ്ടെന്ന് കേട്ടോ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരാം. മുത്തിനെ ഇഷ്ടപ്പെടണം. എങ്ങനെ ഇഷ്ടപ്പെടണം? അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടവർക്ക് മുത്തുനബി കൊടുത്ത സമ്മാനം ഏതാ? അള്ളാഹ് കൊടുത്ത സമ്മാനം ഏതാ? മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹാ. അള്ളാഹുവിന്റെ റസൂലിന് ഇത്രയേറെ ജീവിതത്തിൽ ഉപകാരപ്പെട്ട ഒരു സ്ത്രീ, ഒരു ഭാര്യയില്ല. മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അള്ളാഹുവിന്റെ റസൂലിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട ഖദീജ, അള്ളാഹുവിന്റെ റസൂലിനെ പിരിഞ്ഞിരിക്കാൻ ഇഷ്ടമില്ലാത്ത ഖദീജ. ഉമ്മയുടെ പേരെല്ലാവരാണ് ഉറക്കെ. റളിയല്ലാഹു അൻഹാ സയ്യിദത്തുനാ ബീബി ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഖദീജ, അള്ളാഹു തമ്പുരാനതാ ജിബ്രീലിനോട് നിനക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. ജിബ്രീലതാ സലാം പറഞ്ഞു. അള്ളാന്റെ റസൂലിനോട് ഇഷ്ടപ്പെട്ട ഖദീജക്ക് ജിബ്രീൽ സലാം പറയാ. കാരണം ജിബ്രീലിന്റെ മനസ്സിന്റെ കൊതിയുള്ള മുത്തുനബിയെ ഖദീജ ഇഷ്ടപ്പെടുവാണ്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളോട്
ഒരു ദിവസം ഇങ്ങനെ കടന്നു വരുമ്പോ ഒരുപാട് സ്വലാത്തിലാണ് പൊന്നമോന. മുത്തുനബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഞാൻ സ്വലാത്തില്ല ഇഷ്ടപ്പെടാണ്ട് എത്ര ഞാൻ ചെല്ലണം? 1 മണിക്കൂർ ഇല്ലണോ, 2 മണിക്കൂർ ഇല്ലണോ എന്ന് ചോദിച്ചു. മുത്തുനബി ഒന്നും മിണ്ടിയില്ല. അപ്പൊ ആ സ്വഹാബി ചോദിച്ചു, നബിയെ, എന്റെ ദിവസത്തിന്റെ 3/4 ഒരു ഭാഗം ഞാൻ സ്വലാത്തില്ലട്ടയോ നബിയെ. നബി പറഞ്ഞു, ചൊല്ലിക്കോ, അതിനേക്കാളും കൂടിയാ നല്ലത്. പകുതിയില്ലട്ടയോ നബിയെ, മുക്കാതില്ലട്ടോ നബിയെ, ജീവിതത്തിൽ മുഴുവനും ചെല്ലട്ടോ നബിയെ എന്നൊക്കെ ചോദിക്കും. മുത്തനബി പറഞ്ഞ ഒറ്റ മറുപടി, അവസാനം പറയാൻ, നിനക്കിനി ദുനിയാവിൽ ഒരു ഹമ്മുമില്ല, ഒമ്മുമില്ല, വിഷമവുമില്ല, മുഷിപ്പുമില്ല, പ്രയാസവുമില്ല. അല്ലാഹു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ആ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങള് ജീവിതത്തിന്റെ ഓരോ ശ്വാസവും സ്വലാത്തായി മാറ്റുമ്പോഴാണ് എന്തിനാ മുത്തുനബിയെ പ്രണയിക്കുന്നതെന്നല്ലേ ചോദിക്കാറുള്ളത്. ആരാണ് ഉബയ്യ് തങ്ങളോട് അല്ലാഹുവിന്റെ റസൂലതാ ഒരു ദിവസം വിളിക്കാണ്, ഉബയ്യേ, ഒന്നിങ്ങ് വാ ഉബയ്യേ. ആ മുഖത്തൊന്ന് നോക്കിയിട്ട് പുഞ്ചിരിയോടെ അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഓ ഉബയ്യേ, അല്ലാഹു എന്നോട് പറഞ്ഞു, ഉബയ്യേ, നിനക്ക് ഖുർആൻ പഠിപ്പിക്കാറ്. ഉബയ്യ് തങ്ങളോട് പറയാ, ഉബയ്യേ, ഉബയ്യിനതാ ഖുർആൻ പഠിപ്പിക്കാറ് അല്ലാഹു എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോഴാ ഉബയ്യ് തങ്ങൾ അഭിമാനത്തോടെ അത്ഭുതത്തോടെ മുത്തിനോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പേരറിയോ നബിയേ? അല്ലാഹ് എന്നെ ഗൗനിക്കുന്നുണ്ടോ നബിയേ? അല്ലാഹ് എന്റെ പേര് പറഞ്ഞോ യാ റസൂലല്ലാഹ്. അത്ഭുതമേ, അത്ഭുതമേ മുസ്തഫ. എന്തിനാണ് ഈ സുന്ദരമായ ജുമുഅത്ത് പള്ളിയോരത്ത് ഇങ്ങനെ ഒരു മീലാദ് സദസ്സെന്ന് ചോദിച്ചാൽ, ഉബയ്യ് ഇബ്നു കഅബിനെ കുറിച്ച് അല്ലാഹു തമ്പുരാൻ മുത്തുനബിയോട് പറഞ്ഞപ്പോൾ, ആ ഇഷ്ടം കൊണ്ട് പടച്ചോരെ മരിക്കുമ്പോഴെങ്കിലും ആ മുത്തിന്റെ മുഖമൊന്നു കാണാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ബിബറകതി റസൂലില്ലാഹ്, ബിബറകതി റസൂലില്ലാഹ്. ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യത പടച്ചറബേ, ഈ സ്വലാത്ത് മുത്തിന്റെ ഓരത്ത് നീ എത്തിക്കണേ അല്ലാഹ്. ആ മുത്തനബി കാണുന്ന മജ്ലിസാക്ക് റബ്ബേ, ഈ നാടിന്റെ നേട്ടമായി ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ നിന്ന് പ്രഭയുള്ള ഹൃദയത്തോടെ കടന്നു പോകാൻ, ഈ മജ്ലിസിന്റെ ഒരൊറ്റ സബബ് കൊണ്ട് ജീവിതത്തിൽ അല്ലാഹുവേ മുത്തിനെ കണ്ടു മരിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം തരണേ അല്ലാഹ്. ബിബറകത്തി റസൂലില്ലാഹി. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനായ, എപ്പോഴും റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട പൊന്നുമോനാട് മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ മുത്തിനെ വല്ലാതെ ഇഷ്ടമാ. ബിലാലിനാണോ മുത്തിനെ എപ്പോഴും കണ്ടിരിക്കാൻ ഇഷ്ടമാ. ആ ബിലാലിനോട് അല്ലാഹുവിന്റെ റസൂൽ ഒരു വേള പറയാ, ഓ ബിലാലേ, ഓ ബിലാലേ, ബിലാലേ, അല്ലാഹു തമ്പുരാൻ അവന്റെ സ്വർഗ്ഗലോകം എനിക്ക് കാണിക്കുമ്പോ ആ സ്വർഗത്തിലൂടെ ഞാനൊന്ന് സഞ്ചരിക്കുമ്പോ നിന്റെ ചെരുപ്പടിയില്ല ബിലാല്, നിന്റെ ചെരുപ്പടിയില്ല ബിലാല്. നമ്മളെല്ലാം വീടിന്റെ അകത്തിരിക്കുമ്പോ പുറത്തു പോയ പിതാവല്ലെങ്കിൽ ഭർത്താവ് കടന്നു വരുമ്പോ ആ നടത്തത്തിന്റെ ആച്ച് കണ്ടിട്ട്, ആ നടത്തിന്റെ ശൈലി കണ്ടിട്ട്, അതാ വാപ്പ വന്നു എന്ന് വീടിനകത്ത് നമ്മൾ പറയാറുണ്ട്. അതാ കാൽപാദത്തിന്റെ പരിചയമാണ്. അതുപോലെ അല്ലാഹുവിന്റെ റസൂല് പറയാ, ബിലാൽ, സ്വർഗത്തിന്റെ സുന്ദരമാണ് ഒരു സോപാനം ഞാൻ കണ്ടു ബിലാൽ. ആ സോപാനത്തിൽ ബിലാല്, ബിലാല്, ബിലാല് റളിയല്ലാഹു അൻഹു തങ്ങളോട് പറയാ, നിന്റെ കാൽപെരുമാറ്റം ഞാൻ കേട്ടു ബിലാൽ, നിന്റെ കാലിന്റെ ചുവട്ടടി ഞാൻ കേട്ടു ബിലാൽ. ആ ബിലാൽ അത്ഭുതത്തോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അവിടുന്ന് കേട്ടോ നബിയേ? ബിലാലിന് അതിനുള്ള ഭാഗ്യമുണ്ടോ യാ റസൂലല്ലാഹ്? അല്ലാഹ്
മുത്തുനബി പറഞ്ഞു, അതേ ബിലാൽ, അതേ ബിലാൽ, അതേ ബിലാൽ, ഞാൻ കേട്ടു ബിലാലേ, കേട്ടു ബിലാല്. ഉറക്കെ ചൊല്ലിക്കോ, മുഹമ്മദ് സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർദി വമിൻ അജമി മൗലായ. ഉറക്കെ അല്ലാഹുവേ സ്വലാത്ത് സ്വീകരിക്കണേ അല്ലാ, സ്വലാത്ത് സ്വീകരിക്കണേ അല്ലാ. ഉറക്കെ ഉറക്കെ ഫഖന്നബീന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനു ഫീ ഇൽമി വലാ കറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الله الله الله. ഈ ബിലാലിന്റെ മുന്നിലാണ് ഹൃദയത്തിൽ ഏറ്റവും ചേർത്ത് വെച്ചോ അല്ലാഹ് ഇഷ്ടപ്പെട്ടു പോയ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ വഫാത്താകുമ്പോ ഈ ബിലാലാ മരവിച്ചു പോയതോ, ബിലാലാ മരവിച്ചു പോയതോ. പിന്നെ ബിലാലിന് മുത്തില്ലാത്ത ലോകത്ത് ബാങ്ക് വിളിക്കാനാവണില്ല. സുബ്ഹാനല്ലാഹ്. ആ ബിലാൽ തങ്ങൾ ഓടി അബൂബക്കർ സിദ്ദീഖ് എന്ന ആദ്യത്തെ ഖലീഫയുടെ ഓരത്ത് വന്നിട്ട് പറയാ, എന്റെ മുത്തില്ലാത്ത മദീനയിൽ ബാങ്ക് വിളിക്കാനാവൂല അബൂബക്കർ, അതുകൊണ്ട് എനിക്കൊരു ഇളവ് തരണേ അബൂബക്കർ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളതാ ബിലാലിന്റെ വേദന അറിഞ്ഞിട്ടോ ഷാമിലോട്ടുള്ള കച്ചവട സംഘം വരുമ്പോഴാ ബിലാലിന് അനുവാദം കൊടുക്കുകയാ നാട് വിട്ടു പോകാ. ബിലാൽ ഷാമിലോട്ട് പോകയാണ്. അല്ലാഹ് കാലങ്ങൾ കുറച്ചു കഴിയുമ്പോഴാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ ഒരു ദിവസം സ്വപ്നത്തിലായി ഇങ്ങനെ കാണുകയാ, മദീനയുടെ മണവാളൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് മുഖം വല്ലാതൊരു വിഷമത്തിന്റെ ഘട്ടമാ. മുത്തുനബി ബിലാലിന്റെ മുഖത്ത് നോക്കി ചോദിക്കയാ, ബിലാലേ നിനക്ക് എന്നോട് പിണക്കമാണോ ബിലാ? എന്നൊരു സ്നേഹമോ ഒരിക്കലെങ്കിലും കാണാതെ കഴിയേണ്ട മോന്. ബിലാലിനോട് മുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മളോടായാലോ? അല്ലാഹുവേ, കൊതിക്കാറല്ലാതെ കഴിയില്ല റബ്ബേ, ഭാഗ്യം തരണേ അല്ലാ. അല്ലാ അല്ലാ. ബിലാൽ നിങ്ങളോട് ചോദിക്കയാ, മോനെ എന്നോട് പിണക്കമാണോ? എന്നോട് പിണക്കമാണോ? എന്നോട് പിണക്കമാണോ? ബിലാലതാ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേക്കയാ. സുബ്ഹാനല്ലാഹ്. സുബ്ഹി നമസ്കരിക്കുകയാ. അവിടെ അതാ യാത്ര പുറപ്പെടുകയോ മദീനയുടെ ലോകത്തോട്ട് വരികയാ. സുബ്ഹാന ജല്ല ജലാലു. മദീനയുടെ അറബിലൊന്നു കിടന്നു. ഒരാളെയും ബിലാൽ കാണുന്നില്ല. ബിലാൽ മടന്നു പോകുന്നത് പലരും കാണുന്നുണ്ട്. ബിലാലിനെ മറന്നുപോയവരുണ്ട്, ബിലാലാണോ എന്ന് സംശയിച്ചവരുണ്ടോ, ബിലാലാണല്ലോ എന്ന് കണ്ട് ആർത്തി വിളിച്ചവരുണ്ടോ? ഉത്തരം കൊടുക്കാതെ ബിലാൽ പടച്ചവരെ ഒന്നും അറിയാത്ത പോലെ മരവിച്ച പോലെ മദീനത്തിന്റെ മണ്ണിലൂടെ പോകയാ. 1000 ഓർമ്മകളാ ബിലാലിന്റെ മനോമുകുരത്തിലോ തെളിഞ്ഞു മിന്നി മറയുന്നതോ. എന്റെ റസൂലുള്ളാഹ് അവിടുന്ന് ചവിട്ടി മടന്ന മണ്ണല്ലേ, അല്ലാഹുവിന്റെ റസൂൽ ചാരിയിരുന്ന ഈത്തപ്പഴമല്ലേ. ആ തോട്ടങ്ങൾ കാണുമ്പോ ബിലാൽ കണ്ണുനീരോടെ യാന്ത്രികമായി നടക്കുകയോ. ഒരുപാട് ഇഷ്ടമുള്ള സ്വഹാബത്തുണ്ട്. വീട്ടിലും ബിലാൽ പോണില്ല, നേരെ പോണതില്ല ഹളറത്ത് റസൂലില്ല. എന്റെ ഹബീബ് കിടന്നുറങ്ങുന്ന മദീനയുടെ മണ്ണിലോ ഓടി ബിലാൽ വരികയോട് ആ റൗളയുടെ ഗത്തലങ്ങളിൽ ഓടിക്കയറുകയാ. അല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഉറക്കെ മദീനത്തും തേറ്റു പറയണേ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ
റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഖൈറ ഖൽഖില്ലാഹ് അല്ലാഹ് ബിലാൽ തങ്ങളതാ റൗളയുടെ മുന്നിലോ റൗളയുടെ മുകളിലോ നെഞ്ചമർത്തി മുഖമർത്തി മറിഞ്ഞു വീഴുകയാ. കാരണം സങ്കടം കടിക്കാൻ ബിലാലിന് കഴിയണില്ല, സങ്കടം സഹിക്കാൻ ബിലാലിന് കഴിയണില്ല. ബിലാൽ തങ്ങൾ വന്നു എന്ന വാർത്ത അറിഞ്ഞിട്ട് ഓടി വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ തോളത്തും മാറത്തും ഓടിക്കളിച്ച ആരാണ് ഹുസൈനാർ ഓടി വരാ. ബിലാൽ വാരിവടന്ന പൊന്നുമക്കളാ, ബിലാല് തോളത്ത് ചുമന്ന പൊന്നുമക്കളാ, ബിലാലിന്റെ താടി രൂപങ്ങൾ കൈകൊണ്ട് പരതിയ പൊന്നുമക്കളാ. അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിക്കുമ്പോ തോളത്ത് കയറിയിരുന്ന മക്കളാ. എഴുന്നേക്കാതെ സുജൂദിലായി കിടന്ന മുത്തുനബി പൊന്നുമോന് തോളിന്നിറങ്ങുമ്പോഴാ എഴുന്നേറ്റതോ. സ്വഹാബത്ത് പറഞ്ഞു മുത്തുനബി മരിച്ചുപോയോ എന്ന് ഞങ്ങൾ കരുതിപ്പോ. അത്ഭുതമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നുമക്കൾ വരാ. ബിലാലിന്റെ രണ്ട് കൈകളിലങ്ങ് പിടിക്കുകയാ. ബിലാലേ ബിലാ, അല്ലാഹുവിന്റെ റസൂൽ മദീനത്ത് ജീവിച്ചിരിക്കുമ്പോ എല്ലാവരുടെ ചെവികളെയും കണ്ണപുടങ്ങളെയും ആനന്ദത്തിന്റെ നൃത്തമാറാടിക്കാ. വല്ലാതെ ശ്രവണ സുന്ദരമാണ് ബാങ്കുലിയാ ബിലാ. അള്ളാഹു അനുഗ്രഹിച്ചു കൊടുത്ത ശബ്ദത്തിന്റെ ഉടമയാ ബിലാ. ഒന്ന് ബാങ്ക് വിളിക്കോ ബിലാ, ഒന്ന് ബാങ്ക് വിളിക്കോ ബിലാ, ഒന്ന് ബാങ്ക് വിളിക്കോ ബിലാൽ ഈ മദീനത്തോ. ബിലാൽ പറഞ്ഞു, ഇല്ല മക്കള്, ഈ ബിലാലിന് ബാങ്ക് വിളിക്കാതെ കഴിയൂല്ല മക്കള്. അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മണ്ണിലോ ഈ ബിലാലിനാ നാമം ഉച്ചരിക്കാൻ കഴിയൂല, ആ നാമം ഉച്ചരിക്കാൻ കഴിയൂല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു ബിലാലിന്റെ കൈ പിടിച്ചിട്ട് ഹുസൈനാർ തങ്ങൾ തേടുകയാ. ഓ ബിലാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയില് അവിടത്തെ പ്രിയപ്പെട്ട ആ മടിയിലോ ഞങ്ങൾ ഇരിക്കുമ്പോ ബിലാല് നിങ്ങളോടി വരുമല്ലോ. ആ മുത്തിന്റെ മടിയിലിരുന്ന് ഞങ്ങളൊന്ന് പറഞ്ഞാ നിങ്ങൾ കേൾക്കൂലേ ബിലാ? ബിലാലിന്റെ ഉള്ളു തേങ്ങയാ, കണ്ണുനീര് ധാരധാര ചാലിട്ടൊഴുകയാ. സുബ്ഹാനല്ലാഹ്, മക്കള് പറയാ ഞങ്ങളുടെ ഉപ്പാപ്പ കിടക്കല്ല ബിലാല്, ഉപ്പാപ്പാന്റെ ഓരത്തല്ലേ നീയുള്ളത് ബിലാ. ആ ഉപ്പാപ്പാര പൊന്നു മക്കള് പറഞ്ഞു, കേൾക്കാതിരിക്കോ ബിലോ? ഇത് കേൾക്കുമ്പോ ഹൃദയം പൊടിഞ്ഞ ബിലാ. മക്കളെ, ഞാൻ വിളിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടോ പരിശുദ്ധമാണ് മദീനയുടെ മസ്ജിദുൽ മുനവ്വറയുടെ അനുഗ്രഹീതമാണ് ആ മിനാരത്തിലോട്ട് കയറുകയാ. ബിലാൽ ബാങ്ക് വിളിക്കാൻ തുടങ്ങുകയാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സുന്ദരമാണ് ശ്രവണമധുരമായ കർണപുടങ്ങൾ കാണുന്നവാ. അല്ലാഹുവിന്റെ റസൂലുള്ള സമയത്ത് കേട്ട് മറന്നുപോയ സുന്ദരമാണ് മധുരമാണ് ബാങ്കുലി കേൾക്കുമ്പോ മഹാന്മാര് കുറിച്ച് വെക്കണ കാണാ. പതീനം പ്രകമ്പനം കൊള്ളുകയാ. എല്ലാവരും അങ്ങ് തരിച്ചു പോവുകയാ, എല്ലാവരും വിറവിറച്ചു പോവുകയാ. സുബ്ഹാനല്ലാഹ്, മദീനത്തിന്റെ ബിലാലിന്റെ സുന്ദര ബാങ്ക് കേൾക്കുമ്പോ അടുക്കളപ്പുറത്ത് പാചകം ചെയ്ത ഉമ്മമാർ അവരെ തിണ്ടോന്ന് പോലും നോക്കാൻ ശ്രദ്ധിക്കണില്ല. എല്ലാവരും ഓരോ ജോലികൾ സ്തംഭിച്ചു നിൽക്കയാ, വീടിൽ നിന്നും ഇറങ്ങി ഓടുകയാ. അവരെ മനസ്സിൽ ഇതാര ബാങ്കൊന്നല്ല, ബിലാലിന്റെ ബാങ്കെന്നല്ല, അല്ലാഹുവിന്റെ റസൂലുള്ളപ്പോ കേട്ട ബാങ്കല്ലയോ, അത് ബിലാലിന്റെ ബാങ്കല്ലയോ. എന്റെ മുത്തുനബി തിരിച്ചു വന്നോ, എന്റെ മുത്ത് തിരിച്ചു വന്നോ, എന്റെ റസൂലുള്ളാഹ്
തിരിച്ചു വന്നു കൊതിച്ചുകൊണ്ടിറങ്ങി ഓടുകയാ. വഫാത്തായത് മറന്നുപോയ മദീനയുടെ ലോകമാ. അവരതാ ഇറങ്ങി ഓടാ. ഇടപറഞ്ഞ മുത്തുനബി മടങ്ങി വന്നു. പരസ്പരം ബോധമില്ലാതെ മദീനത്തിന്റെ പള്ളിയിലോ ഓടി വരുമ്പോഴാ ബിലാലിന്റെ ശബ്ദങ്ങളത് അഷ്ഹദു അന്ന മുഹമ്മദ് അഷ്ഹദു അന്ന പറഞ്ഞു. മീമുച്ചരിച്ചോ, ഹാ ഉച്ചരിച്ചു, മീമുച്ചരിച്ചോ. അവസാന ദാലുച്ചരിക്കാ ബിലാലിന് കഴിഞ്ഞില്ല. മുത്തിന്റെ മുഖം ഓട്ടുപോയ ബിലാൽ എന്റെ മുത്തില്ലല്ലോ പടഞ്ഞുകൊണ്ട് ബോധം കെട്ട് വീഴാ. മുത്താണ് മുത്തിന്റെ പേര് പറയാൻ പോലും ബിലാലിന് കഴിയണില്ല. അതാ മക്കള് പ്രവാചകപ്പണയോ ഇത് ഇന്നലെ ഉണ്ടായതല്ല. സുബ്ഹാനല്ലാഹ്, ഇന്നുണ്ടായതല്ല. മുത്തുനബിയുടെ പുരാര സ്വഹാബത്ത് പോലെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ചു തന്നതാ ഈ പ്രവാചക പ്രണയം. മോനെ സുബ്ഹാന ജല്ല ജലാലു. ബിലാൽ തങ്ങൾക്ക് ഈ പണയം കൊണ്ട് കിട്ടിയ ലാഭം അറിയോ? ഇവിടെയാണ് എന്റെ കോന്നിയിലെ മുസ്ലിം ജമാഅത്തിന്റെ ഓരത്തോ സമാപന മദ്ഹുർ റസൂലിന്റെ തിരുവസന്തം എന്ന ശീർഷകത്തിലുള്ള അനുഗ്രഹീതമായ പ്രവാചക പ്രണയ സദസ്സിന്റെ സുന്ദരമാണ് 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 പൂർത്തീകരണത്തിന്റെ അവസാന നിമിഷങ്ങളിലോ എന്റെ സഹോദര, എന്റെ ഉമ്മ, ഈ ദുനിയാവിൽ ആരെയെല്ലാമാ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ആർക്കെല്ലാം നമ്മുടെ ഹൃദയങ്ങളെ തീരെഴുതി കൊടുത്തിട്ടുണ്ട്. പൊന്നുമോനെ, പൊന്നുമോള്, നമ്മൾ ദുനിയാവിൽ ആർക്കെല്ലാം വേണ്ടി കണ്ണു നനച്ചിട്ടുണ്ട് മോന്. നമ്മുടെ മക്കൾക്ക് അസുഖം വരുമ്പോ കരഞ്ഞവരില്ലേ? സീരിയല് കണ്ടിട്ട് കാണുന്നവർക്ക് വേണ്ടി കരഞ്ഞവരില്ലേ? പൊന്നുമോനെ, ദുനിയാവിന്റെ അപകടം വരുമ്പോ, വിഷമം വരുമ്പോ, പ്രയാസം വരുമ്പോ, പ്രതിസന്ധി വരുമ്പോ, വല്ലാതെ കടം കൊണ്ട് വലയുമ്പോ അറിയാതെ ഹൃദയം പൊട്ടിയിട്ടില്ല മോന്. ഒറ്റ ചോദ്യം ഞാനൊന്ന് ചോദിക്കട്ടെ, മരിക്കുമ്പോഴെങ്കിലും ഒരു വട്ടം എന്റെ മുത്തിനെ കാണാ കൊതിയുണ്ടോ മോളെ? സഹോദരാ, നമുക്ക് ആശയില്ലേ? ഒരൊറ്റ ചോദ്യമാണ്. എന്തിനെല്ലാം ഈ ദുനിയാവിൽ നിന്റെ കണ്ണു നിറഞ്ഞ നിമിഷങ്ങളൊന്ന് ഓർത്തു നോക്കിടാ. എന്നിട്ട് നീ ഒന്ന് കുറിച്ചു വെക്കുമോ? ഒരൊറ്റ വട്ടം 60, 40, 50, 70 വയസ്സായ പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ മുന്നിൽ കാണുന്നുണ്ടോ? നന്നേ വയസ്സായവരെ കാണുന്നുണ്ട്. ചോദിക്കട്ടെ ഉപ്പോ, ഒരേ ഒരു വട്ടം നിന്റെ ജീവിതത്തിൽ എത്രയോ തവണ കരഞ്ഞുപോയെങ്കിലോ? അല്ലാഹ്, ആ മദീനയിലെ ബിലാൽ പ്രണയിച്ചു പോയ മുത്താണ് മുസ്തഫ. ബിലാൽ പ്രണയിച്ചു പോയ മുസ്തഫ, അബൂബക്കർ തങ്ങൾ പ്രണയിച്ചു പോയ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹ് മരിക്കണേന് മുമ്പ് ഒരൊറ്റ വട്ടം അല്ലാഹുവേ ഒന്ന് കാണിച്ചു തരണേ അല്ലാഹ്, കാണിച്ചു തരണേ അല്ലാഹ്, കാണിച്ചു തരണേ അല്ലാഹ് എന്നോർത്തിട്ട് ഒരൊറ്റ വട്ടം കരഞ്ഞവരാരാ? ഞാനൊന്ന് ചോദിച്ചാല് കയ്യെത്താൻ ആരാ തയ്യാറുള്ളത്? അല്ലാഹ്, നമ്മളിന്ന് നഷ്ടബോധത്തിലാണെങ്കിലോ ബിലാൽ പണയിച്ചു പോയ മുത്താട പുത്തിര് പരിക്കടേന് മുമ്പ് ഒരൊറ്റ വട്ടമെങ്കിലും ഒന്ന് കാണാതെ ഞങ്ങളുടെ റൂഹ് നീ എടുക്കില്ലല്ലോ, എടുക്കില്ലല്ലോ. എത്രയും വേഗം ആ മുത്തിനെ കാണാനും ആസ്വദിക്കാൻ തരണല്ലോ. ആശയോട് 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 പ്രിയമുള്ള മോനെ, കൊതിക്കേണ്ട ഒരു ആശയാ നമുക്ക് വേണ്ട അഭിലാഷമൊന്നോ. മഞ്ജനാ ബിഹി കുല്ലു ജാനിൻ ഫിൽ സിനാനി മുബല്ലഗോ ഇദാഉനുഹു മുഅ്മിനീന വഖൂതുഹു ബദീഹു റസൂലുള്ളാഹി ബദീഹു റസൂലുള്ളാഹി ബൽ ഹുവ അബ്ലഗു. അല്ലാഹ്,
ദുനിയാവിൽ ഒരുപാട് കരഞ്ഞതാണ്. പക്ഷേ കരയേണ്ടതുന്ന പുതിയ ലോകമാ, ദീനിന്റെ പുതിയ നിയമങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണ ലോകോ, ആലിമീങ്ങളെ തള്ളിപ്പറയണ ലോകോ, ആര് പറഞ്ഞാലും മതമായി മാറുന്ന ലോകോ. അല്ലാഹുവേ, ഇസ്ലാമിന്റെ മാനങ്ങൾക്ക് ഉലമാക്കളെ സമീപിക്കണേന് പകരോ സുബ്ഹാനല്ലാഹ് യൂട്യൂബിന്റെ അരമുറിയന്മാരെ സ്വീകരിക്കുന്ന കാലോ. എപ്പ മരിക്കേണ്ടി വന്നാലും ഒരു മരണം ഞങ്ങൾ കൊതിക്കണോ? ഞാൻ എന്റെ ഭാഷണം നിർത്തുകയാണ്. ഒരൊറ്റ മരണമാ നമ്മൾ കൊതിക്കേണ്ടത്. അല്ലാഹുവേ, ബിലാല് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ പണയിക്കുമ്പോ സ്വർഗത്തിന്റെ ചുവട്ടരിയുടെ ഭാഗ്യം അല്ലാഹുവിന്റെ റസൂലതാ കൊടുക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ഓടി വരുമ്പോ, അല്ലാഹുവിന്റെ റസൂല് വിളിച്ചിട്ടൊന്ന് വരാനുള്ള ഭാഗ്യം കിട്ടുമ്പോ കിട്ടിയ ലാഭമെന്താ? നബി പ്രണയത്തിന്റെ പേരിൽ പടിയടച്ചാരും പിണ്ടം വെച്ചില്ല. നബിദിനത്തിന്റെ സന്തോഷം വേണ്ടാന്ന് പറഞ്ഞില്ല. കുത്തിനെ ഇത്രയെന്ന് സ്നേഹിക്കണോ ആരും ചോദിച്ചില്ല. ആ ബിലാലിന് കിട്ടിയ ഭാഗ്യമറിയോ? മരണമാസന്നമാണ്, രോഗത്തിലെങ്ങ് കിടക്കയോ, വിറങ്ങലിച്ചു പോകയോ, ശരീരമാകെ വേദന കൊണ്ട് പുളയുകയോ, ആ വേദന സഹിക്കാതെ തിരിയുമ്പോ മരിയുമ്പോ ഞരങ്ങുമ്പോ ആ പ്രിയപ്പെട്ട ഭാര്യ അറിയാതെ പറഞ്ഞു പോകയോ. എന്റെ ഭർത്താവിന്റെ വേദന കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലോ, എന്തോ ഒരു വേദനയാണല്ലോ. സുബ്ഹാനല്ലാഹ്, ഭാര്യ നിലവിളിക്കുമ്പോഴാ ബിലാൽ നിങ്ങൾ ഭാര്യയോട് പറഞ്ഞ മറുപടി, മോളെ എങ്ങനെ പറയല്ല മോള്, വാ എന്നല്ല പറയേണ്ടത്, വാ തുറബാ. ബിലാലിന്റെ വേദനയെ എന്നല്ല, ബിലാലിന്റെ സന്തോഷമേ എന്ന് പറ. അൽഖൽ വദൻ അൽഖൽ അഹിബ്ബാ മുഹമ്മദിൻ വസുഹബാ. ഞാനിതാ ഇന്ന് രാത്രി വഫാത്താകയാ. ഇന്നലെ രാത്രി മുത്താണ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ഓരത്ത് വന്നു. പരിശുദ്ധമാണ് കോതി മസ്ജിദിന്റെ ഓരത്തില്ല. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാര്, സഹോദരങ്ങളോ, ദക്ഷിണയുടെ പുണ്യമക്കളോട് പറയാ, അവസാന കൊതിക്കേണ്ട കൊതിയിതാണ്. ആരായ ബിലാൽ തങ്ങൾ പറയാ, ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഓരത്ത് വരികയാ. ബിലാലിനോട് പറഞ്ഞു, മോനെ ഇനിയും വേദനയാണോ? വേദന വേണ്ട, ഇന്ന് രാത്രി നീ അത്താഴം കഴിക്കുന്നത് എന്നോടൊപ്പമാ. ബിലാൽ നിങ്ങൾ സന്തോഷത്തോടെ വാചാലനാകയാ. അല്ലാ, എന്റെ മുത്തിന്റെ മുന്നിൽ ഒരു സുപ്രയുണ്ട്, നല്ലൊരു തീന്മേശയുണ്ട്, അതിന്റെ മുകളിൽ നല്ല ഭക്ഷണമുണ്ട്, ആപ്പിളുണ്ട്, മുന്തിരിയുണ്ട്, ഫലപുഷ്ടമായ ഫലങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയാ, മോനെ ഇത് നിനക്കുള്ളതാണ്, ഇത് നിനക്കുള്ളതാണ്, ഇത് നിനക്കുള്ളതാ, ഇത് മുഴുവനും സ്വർഗീയ ഭക്ഷണമാ. അല്ലാ, ഇന്ന് രാത്രി നീ അത്താഴത്തിന് എന്റെ കൂടെയാ. ആ മുത്തിനെ കാണാൻ കൊതിച്ചിരിക്കുന്ന ബിലാ, മോളെ ശരീരത്തിന്റെ വേദനയല്ല, ഒത്തിരിയുള്ള സന്തോഷമാ ബിലാലിനുള്ളതോ. ഒന്ന് ചിന്തിക്കണേ മോന്, എന്റെ സഹോദരി. അല്ലാ, നമ്മളൊക്കെ മരിക്കുമ്പോൾ എങ്ങനാണ്? അല്ലാഹുവേ, കലിമ തന്നെ പറയാൻ പറ്റുമോന്നറിയില്ല. ആ കബറിലോട്ട് കൊണ്ട് കുഴിച്ചിട്ടാൽ അത് തിരിഞ്ഞു നോക്കുമോന്നറിയില്ല. നേടേണ്ടത് ഇവിടെയാ. മരിക്കണേന് മുമ്പ് ഒരിക്കലെങ്കിലും മുത്താണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മതി വരുവോൾ നല്ല വിധി കൂട്ടണേ അല്ലാ, വിധി കൂട്ടണേ അല്ലാ, വിധി കൂട്ടണേ അല്ലാ. ബിബറകതി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ നാടിന് ചില സമയമാണെങ്കിൽ വാങ്ങും കേട്ടോ. നമ്മുടെ സെക്രട്ടറി തന്റെ സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിന് അലങ്കാരമായി
നമ്മുടെ നാടിന്റെ ആവശ്യത്തിന് നല്ല ഒരു ആംബുലൻസ് കോന്നി മെഡിക്കൽ കോളേജിൽ എത്രയോ മയ്യത്തുകളെ പത്തനംതിട്ട വരെ കൊണ്ടുപോയി പൊതിഞ്ഞു കൊണ്ടുപോകുന്നൊരവസ്ഥ. ഒരാൾ മരിച്ചാൽ ആ നാട്ടുകാർക്ക് മയ്യത്തിനെ കുളിപ്പിച്ച് നിസ്കരിക്കൽ നിർബന്ധമാണ്. നമ്മളെ നാട്ടിൽ നമ്മൾ നമസ്കരിക്കണം. കോന്നിക്കാർക്ക് ബാധ്യത. ആ ബാധ്യത നിറവേറാൻ ഈ നാട്ടിൽ നല്ല മയ്യത്ത് കുളിപ്പിക്കാൻ മെഡിക്കൽ കോളേജിൽ ഒരാൾക്കും വിഷമിക്കാതെ വന്ന് മയ്യത്ത് കുളിപ്പിച്ച് നിസ്കരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന, ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പുണ്യം. കാരണം നമ്മളും ആ കവറിൽ പോയി കിടക്കേണ്ടവരാണ്. ചിലപ്പോൾ റോഡ് വക്കത്തൊന്ന് ലോറി തട്ടിയിട്ട് പോയാൽ മതി, നമുക്കും ഈ അവസ്ഥ വരാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പടച്ചോനെ, ദുനിയാവിൽ എപ്പം മരിക്കേണ്ടി വന്നാലും ആണുങ്ങളെ പോലെ മരിച്ച്, കലിമ പറഞ്ഞ് മരിച്ച്, എന്റെ മുത്തിന്റെ മുഖം കണ്ട് മരിക്കണ ഭാഗ്യം തരണേ അല്ലാഹ്. ഈ ആശയോടെ എനിക്ക് എന്റെ മുത്തുനബിയെ കാണണം എന്ന ആശയോടെ ഇൻഷാ അല്ലാഹ് ആ മയ്യത്ത് കുളിപ്പിക്കാനുള്ള അതിന്റെ സ്ട്രക്ചറും അതിന്റെ കാര്യങ്ങളും ബിൽഡിങ്ങും അടക്കം ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടി ഞാൻ കൊടുക്കാം ഒരു 10,000 രൂപ എന്ന് പറയാൻ ആദ്യം ആരാ ഉള്ളത്? അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ആദ്യം ആരാ ഉള്ളത്? ഞാൻ കൊടുക്കാം എന്ന് പറയാൻ ആദ്യം പറയാൻ ആരാ ഉള്ളത്? അല്ലാഹു സ്വീകരിക്കട്ടെ. ബറക്കത്ത് റസൂലുള്ളാഹി. പെട്ടെന്നാവണം. ആര് ഉമ്മമാരടുത്ത് ആളുണ്ടോ? ഉമ്മമാരുടെ ആളുണ്ടോ? ഞാൻ കൊടുക്കാമെന്ന് പറയാൻ ആരാളെ? ആര് പറഞ്ഞാലും അവരെ പേർക്ക് ഇപ്പൊ ഈ ഇരിക്കുന്നവരൊക്കെ സ്വലാത്തില്ല. അത്രയും സ്വലാത്ത് നിങ്ങളുടെ പേരിൽ മുത്തുനബിയുടെ ഓരത്വം അല്ലാഹു സ്വീകരിക്കട്ടെ. കോയാമോൻ 10,000 രൂപ. ന്യൂ മലബാർ ചീഫ്സ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഉറക്കെ ചൊല്ലിയേ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് ഞങ്ങളെ കൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലിപ്പിച്ചതല്ലോ. ന്യൂ മലബാറിന്റെ പൊന്നുമോനാണ്. അല്ലാഹുവേ, ഈ സ്വലാത്തുകൾ മദീനയുടെ മണവാളന്റെ ഓരത്തെത്തിക്കണമല്ല. മുത്തുനബി കാണുന്ന മജ്‌ലിസാക്കല്ലോ. ആ പൊന്നുമോന് ദുനിയാവിൽ നീ അനുവദിച്ച വരുമാന മാർഗമേതാണ്? വർധനവ് നൽകണമല്ല. ആ ബിസിനസ്സിൽ അഭിവൃദ്ധി കൊടുക്കണമല്ലോ. എല്ലാവിധ ഖൈറിന്റെ ബറക്കത്തിന്റെ റാഹത്തിന്റെ സമൃദ്ധിയുടെ സമാധാന കവാടങ്ങളും തുറന്നു കൊടുക്കണമല്ലോ. ഈ ബറക്കത്തി റസൂലില്ലാഹ്. രണ്ടാമനാരാ? PM നാസറുദ്ദീൻ വൈസ് പ്രസിഡന്റ് 10,000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, നിങ്ങളും മരിക്കേണ്ടവരാണല്ലോ അല്ലാഹ്. പടച്ചവനെ, നാടിന് സുത്യർഹമായ ഒരു പരിപാടിക്ക് വേണ്ടിയാണ് 10,000 ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത്. ആ പൊന്നുമോന്റെ പേരിലായി ഇരിക്കുന്ന ആയിരങ്ങളല്ലോ, നൂറുകണക്കിന് ആളുകൾ സ്വലാത്ത് ചൊല്ലിയതല്ല. ഈ നൂറുകണക്കിന് സ്വലാത്തുകൾ മദീനയുടെ മണവാളന്റെ ഓരത്തോ എത്തിച്ചു നൽകണയല്ലോ. ഒരിക്കലെങ്കിലും മുത്താണ് മുത്തിനെ കാണാ. ആ പൊന്നുമോന് ഭാഗ്യം കൊടുക്കണയല്ല. ആ കുടുംബത്തിൽ ഖൈറിന്റെ ബറക്കത്തിന്റെ റാഹത്തിന്റെ സമൃദ്ധിയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ല. ഇത് ഈ സദസ്സിൽ ഉത്തരം ചെയ്യണ ആരായാൽ അല്ലാഹ് ക്യാൻസർ കൊടുക്കല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ കൊടുക്കല്ലേ അല്ലാ, കിഡ്നി തകരാറ് കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, കിടപ്പിലാണ് രോഗം കൊടുക്കല്ലേ അല്ലാ. ഈ ബറക്കത്തി റസൂലുള്ളാഹ്. രാജൻ ബി 25 സിമന്റ്. എന്താ പറഞ്ഞേ? രാജൻ ബി 25 സിമന്റ്. രാജൻ ബി 25 പാക്കറ്റ് സിമന്റ്. ഓക്കെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ്. ഈ ചൊല്ലിയ സ്വലാത്ത് പരിശുദ്ധ റസൂലുള്ളാഹ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാരനെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓരത്തെത്തിക്കണേ അല്ലാഹ്. മുത്തുനബി നോക്കിക്കാണുന്ന അനുഗ്രഹീതമാണ് പ്രവാചക പ്രണയത്തിന്റെ അല്ലാഹുവേ അടങ്ങാത്ത പ്രവാഹമായ മജ്‌ലിസ സ്വീകരിക്കണേ അല്ലാഹ്. ആ രാജംബിയുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. 25 പാക്കറ്റ് പറഞ്ഞ
പൊന്നുമോനോ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൊടുക്കണേ അല്ലാ, വരുമാന മാർഗങ്ങളിൽ വലിയ വർധനവ് നൽകണേ അല്ലാ. എന്തെല്ലാം ആശകളാണ് അഭിലാഷങ്ങളോ ആ മനസ്സിലുള്ളത് പൂവണിയിച്ച് കൊടുക്കണേ അല്ലാ. ബറകത്തി റസൂലില്ലാ. ഒരു സഹോദരി 50,000 രൂപ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും മക്കൾക്കും കുടുംബത്തിലുള്ളവർക്കും വേണ്ടി ദുആ ചെയ്യാ. ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് പടച്ചറമ്പേ ഈ സ്വലാത്ത് സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ കൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലിച്ച് ഈ സദസ്സിന്റെ ഒരു പൊന്നുമോളാ അല്ലാഹുവേ 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 മരണപ്പെട്ടു പോയാൽ അല്ലാഹു അനാഥരായി പടച്ചവളെ നാട് നീളെ കൊണ്ട് വളക്കാൻ പാടില്ലല്ലോ. ഞാനും മരിക്കേണ്ടവളാന്ന ബോധത്തോടെ പറഞ്ഞ പൊന്നുമോൾ ആ സ്വലാത്ത് മദീനയുടെ മണവാളന്റെ ഓരത്ത് എത്തിച്ചു നൽകണേ അല്ലാ. അത് പറയുമ്പോളാ പൊന്നുമോളുടെ മനസ്സിലെന്തെല്ലാം ആശകളോ അഭിലാഷങ്ങളോ പൂവണിയിച്ചു കുടിക്കണല്ലോ. എല്ലാവിധമാണ് ഖൈറിന്റെ ബറക്കത്തിന്റെ കവാടങ്ങളോ തുറന്നു നൽകണേ അല്ലാ. ആ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്തണേ അല്ലാ. എല്ലാത്തിനേക്കാളും മരിക്കണേന് മുമ്പ് ഒരിക്കലെങ്കിലോ മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മതി വരുവോളം കാണാനുള്ള ഭാഗ്യം നീ കൊടുക്കണേ അല്ലാ. ബിബറകത്തി റസൂലില്ലാ. നേരണ്ട പെട്ടെന്ന് അവിടെ ഉമ്മമാരാരെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാനും ആ കബറിൽ പോയി കിടക്കേണ്ട ആളാ. പടച്ചോനെ ഞാൻ കൊടുക്കാം ഒരു സ്വർണം എന്ന് പറയാൻ ഈ സദസ്സിൽ ഏത് ഉമ്മയുള്ള ഞാൻ പോകുന്ന ഖബറിൽ എനിക്ക് വേണ്ടി സഹായിയാകണമെന്ന് അന്തസ്സോടെ ഇൻഷാ അല്ലാഹ് മരിക്കണവരെ തങ്ങൾ പോകുന്ന സദസ്സിൽ ഈ മാസം ഒരു ദിവസം പോലും ഒഴിവില്ലാതെ പ്രഭാഷണത്തിനോടുവാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സായിട്ട് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. എല്ലാ സദസ്സിലും മരിക്കണവരെ പടച്ചോനെ ഞാൻ ചോദിക്കുമ്പോൾ സ്വർണം തന്നവരെന്ന് എല്ലാ സദസ്സിലും പറയും. അങ്ങനെ പറയുമ്പോൾ ആ സദസ്സിലൊക്കെ എനിക്ക് പെടണം. ഞാൻ മരിച്ചു പോയാലും തങ്ങൾ ഉസ്താദിന്റെ ദുആയിൽ ഞാനുണ്ടാവും. ആ മുത്തിന്റെ സ്വലാത്ത് എല്ലാം ദുആ ചെയ്യുമ്പോൾ എനിക്ക് ആ സ്വർഗത്തിൽ അള്ളാഹുവേ ആ ആനന്ദം എന്റെ ഖബറിൽ കിട്ടുമല്ലോ അല്ലാ എന്ന് ആശിച്ചൊരു സ്വർണം തരാൻ ആരാളെ അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ. ഭാഗ്യം ഉമ്മ ഉണ്ടാവും. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു സഹോദരി മരിച്ചുപോയ മാതാപിതാക്കൾക്കും ഭർത്താവിനും സഹോദരങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യാം. 5000 രൂപ സംഭാവന അള്ളാഹു സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഓക്കേ അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. എന്തെല്ലാം ആശകളോടെ പറഞ്ഞു പോവാ പൊന്നുമോളെ ആശകളെ പൂവണിയിച്ചു കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കള് ഭർത്താവ് സഹോദരങ്ങള് അല്ലാഹുവേ ബർസഖിന്റെ ലോകത്തിലാ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ആ ഖബർ പടച്ചവനെ നിന്റെ റഹ്മത്തിന്റെ ഓരമാക്കണേ അല്ലാ. സ്വർഗീയമാണ് അരുവികൾ ഒഴുകുന്ന സുന്ദരമാണ് ഖബറാക്കണേ അല്ലാ. ആ കുടുംബത്തിൽ എല്ലാവിധ ഖൈറിന്റെ ബറക്കത്തിന്റെ വാതായനങ്ങളോ തുറന്നു കൊടുക്കണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇനി ആരാളുള്ള പെട്ടെന്നാവട്ടെ നടത്താൻ പോവാൻ. അള്ളാഹു സ്വീകരിക്കും. നമുക്ക് ഉദ്ഘാടനം ഉണ്ട്, സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം ഉണ്ട്. അതെല്ലാം ഇൻഷാ അല്ലാഹ് പെട്ടെന്നാവട്ടെ. ഉസ്താദിനെ കത്ത് എന്റെ മരണാനന്തരം എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഭർത്താവും മക്കളുമാക്കി തരണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ താഴ്മയായി അപേക്ഷിക്കുന്നു എന്നൊരു സഹോദരി. ഇന്നലെ പറഞ്ഞ തുക ഇതിനോടൊപ്പം വെക്കും. ഇന്നലെ പറഞ്ഞ മകന്റെ വീട് പണി പൂർത്തിയാക്കണം എന്ന് പറഞ്ഞ് ഒരു സഹോദരി അള്ളാഹു സ്വീകരിക്കട്ടെ.
3000 രൂപ ഇന്നലെ പറഞ്ഞു ഇന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവേ, ആ പൊന്നമോൾ ആഗ്രഹം ഈ സദസ്സിന്റെ ഒരു അംഗമാകാൻ ആ ഭാഗ്യം കൊടുക്കണേ അല്ലാഹുവേ. ആ പൊന്നമോട് മരിച്ചു വിടുമ്പോ ജീവിച്ചിരിക്കുന്ന ഭർത്താവായാലും മക്കളായാലും സ്വലാത്ത് ചൊല്ലി പൊട്ടിക്കരഞ്ഞ ആ പൊന്നമോക്ക് വേണ്ടി മഗ്ഫിറത്ത് തേടുന്ന ഒരു ഖൗമിനെ നീ ബാക്കി വെക്കണേ ബാക്കി വെക്കണേ ബാക്കി വെക്കണേ ആ കുടുംബത്തിന്റെ വീട് പണി എത്രയും വേഗം പൂർത്തിയാക്കി കൊടുക്കണേ ഖൈർ കൊടുക്കണേ റാഹത്ത് നൽകണേ ഹിഫ്ള് പഠിക്കാൻ വേണ്ടി പോയ മകന് വേണ്ടി ദുആ ചെയ്യണം. ചെറിയ കുട്ടിയാണ്. അല്ലാഹുവേ, ഉഖ്റവിയായ ഹാഫിളീങ്ങൾ പെടുത്തണേ തമ്പുരാനെ. പടച്ച റബ്ബേ, നല്ല ഖുവത്തുള്ള ഹിഫ്ള് കൊടുക്കണേ അല്ലാഹുവേ. നാളെയുടെ ലോകത്തിന്റെ പ്രബോധകരായി അവരെ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കണ പൊന്നുമോന് നല്ല ഓർമ്മശക്തി കൊടുക്കണേ പടച്ചവനെ മുത്തഖിയായ ഹാഫിളാക്കണേ ഉഖ്റവിയായ ഹാഫിളാക്കണേ നല്ലൊരാലിമാക്കണേ നാളെ മുത്തന്റെ സ്വലാത്ത് ഏറ്റെടുത്ത് പ്രഭാഷണം ചെയ്യണ പൊന്നുമോനാക്കണേ അനീഷ കുമ്മണ്ണൂർ 2000 രൂപ. എന്റെ അമ്മ റൈഹാനത്ത് മരണപ്പെട്ട ഒരു വർഷമാകുന്നു. എന്റെ അമ്മയുടെ ഖബറിലേക്ക് ദുആ ചെയ്യണം. ഇതുപോലുള്ള മക്കളാ നമ്മൾ സമ്പാദിക്കേണ്ടത്. അല്ലാഹു ഭാഗ്യം ചെയ്യട്ടെ. ദക്ഷിണയുടെ മക്കൾ അങ്ങനത്തെ മക്കളാ. ഖുർആൻ പഠിച്ചിട്ട് മരിച്ചു കിടന്ന ഫാത്തി ഓതുന്ന മക്കളാ. അല്ലാഹു ഭാഗ്യം തരട്ടെ, ഭാഗ്യം തരട്ടെ. പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോ നല്ല ബിരിയാണി, ദം ബിരിയാണിയാ, നല്ല കൈമ റൈസ്, നല്ല മണമുണ്ട്, വാരിയങ്ങ് അടിക്കും. പക്ഷെ നോക്കുമ്പോ അതിൽ വിഷമുണ്ട് എന്നറിയില്ല, ചത്തു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ല റാഹത്തായ നല്ല മക്കളെ അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. മരിക്കുമ്പോ നമുക്ക് വേണ്ടി പൊട്ടിക്കരയാൻ പറ്റുന്ന ഒരു തുള്ളി കണ്ണുനീരൊലിക്കുന്ന ഒരു മോനോ മോളോ ഉണ്ടായ നമ്മളെ നേട്ടം അത് മാത്രമോ. അല്ലാഹു ഭാഗ്യം തരട്ടെ. അമ്മ അങ്ങനല്ലേ, അല്ലാഹു സ്വീകരിക്കട്ടെ. പട്ടാളം 10000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നീ സ്വീകരിക്കണേ. അല്ലാഹു ചൊല്ലിയ സ്വലാത്ത് മദീനയുടെ മണവാള നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓരത്തെത്തിക്കണേ മുത്തനബി കാണുന്ന മജ്ലിസാക്കണേ അവിടെ ഇടപെടുന്ന മജ്ലിസാക്കല്ല. ആ ഉമ്മയുടെ എന്തെല്ലാം ആശകളാണ് പൂവണിയിച്ചു കുടിക്കണേ എന്തെല്ലാം ആവശ്യങ്ങളാണ് നിറവേറ്റി കുടിക്കണേ എന്തെല്ലാം രോഗങ്ങളാണ്, വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ് നീ മാറ്റി കൊടുക്കണേ കാമിലായ ഈമാൻ നസീബാക്കണേ ഒരിക്കലേലും മുമ്പ് ഒരിക്കലെങ്കിലും മുത്താണ് മുത്തിന് അല്ലാഹുവേ ഒരു നോക്ക് കാണാതെ മരിപ്പിക്കല്ലേ പടച്ചവരെ മരിച്ചുപോയവർ അനാഥമാവല്ലേ എന്ന് ചിന്തയോടെ അനുഗ്രഹീതമായ മയ്യത്ത് കുളിപ്പിക്കാ, അതിനു വേണ്ടിയുള്ള സജ്ജീകരണം ഒരുക്കാ. ഇന്നാര് കൊടുത്താൽ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കൊടുക്കലാക്കണേ മരണം ഭയന്നുകൊണ്ടുള്ള കൊടുക്കാക്കണേ അവരെപ്പ മരിക്കേണ്ടി വന്നാൽ മുത്താണ് മുത്തിനെ പറഞ്ഞ സദസ്സാണ് തമ്പുരാണ്. ഈ സദസ്സിൽ ആര് തരം ചെയ്താൽ അല്ലാഹുവേ മുത്തിനെ കണ്ടു മരിക്കാൻ, മരണവേദന മറന്നു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ ഇന്നിന്റെ സദസ്സിൽ സദഖ കൊടുത്തവരാരാ അനാഥകളായി മരിപ്പിക്കല്ല റോഡിന്റെ വക്കത്ത് ആക്സിഡന്റിൽ വാരിക്കൂട്ടുന്ന ഗതികേട് വരുത്തല്ല പടച്ചവനെ ആരോരുമില്ലാതെ ഹോസ്പിറ്റലിന്റെ അകത്തളങ്ങളിൽ അനാഥ പ്രേതമായി കിടക്കണോരാക്കല്ല എപ്പ മരിക്കേണ്ടി വന്നാലും പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ടാനന്ദിച്ച മരണവേദന മറന്ന മുത്താണ് മുത്തിന്റെ മുഖം കൊണ്ട് പുഞ്ചിരിയോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ ബറകത്തി റസൂലില്ലാഹ് ബറകേ സല്ലല്ലാഹു
അൻസാരി VI 5000 രൂപ മകന്റെ ജോലി ആവശ്യം എളുപ്പമാകാനും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടിയും എല്ലാ കാര്യങ്ങളും ഖൈറാകാനും ദുആ ചെയ്യണം. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ. അൻസാരി എന്ന പൊന്നുമോനെ ഏറ്റെടുക്കണേ അല്ലാ. അള്ളാഹുവേ പരിശുദ്ധമാണ് സദസ്സിലാ മുത്തിനെ പറഞ്ഞ മജ്ലിസ. ഈ ലോകത്ത് ഖൈറും മിമ്മാ യജ്മഊന എന്ന പരിശുദ്ധമാണ് ഖുർആൻ പറഞ്ഞ. അള്ളാഹുവേ നിന്റെ ഹബീബിനെ പറഞ്ഞ ഏറ്റവും മഹത്തരമാണ് മജ്ലിസില. അല്ലോ ഈ സദസ്സിൽ ഉത്തരം ചെയ്ത പുണ്യമോനാണ് അൻസാരി. ആ പുണ്യമോന്റെ പ്രിയപ്പെട്ട മകന്റെ ജോലി എളുപ്പമാക്കണേ അല്ലാ. ഖൈറായ റാഹത്തായ യോജിച്ച ജോലി കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് മഗ്ഫിറത്തിന്റെ മർഹമത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. എല്ലാവിധമാണ് ഖൈറിന്റെ ബറക്കത്തിന്റെ റാഹത്തിന്റെ കവാടങ്ങളോ തുറന്നു നൽകണേ അല്ലാ. ഇത് പോച്ചാ അസ്സലാമലൈക്കും. എന്റെ കയ്യിൽ ലഭിച്ചവര് റഷീദ് വലിയ കാലായിൽ 10000 രൂപ, ഒരു സഹോദരി 1000 രൂപ, സബീല 2000 രൂപ, ഷിബിൻ അലങ്കാരത്ത് 10000 രൂപ, സലീന 3 ചാക്ക് സിമന്റ്, ഒരു സഹോദരി 5 ചാക്ക് സിമന്റ്, ഷീജ 500 രൂപ, ഒരു സഹോദരി 1 ചാക്ക് സിമന്റ്, ഷാജഹാൻ പാറത്തുണ്ടിൽ 5 ചാക്ക് സിമന്റ്, അബ്ദുൽ ഖാസിം റാവുത്തർ വാലുപറമ്പിൽ 2000 രൂപ, പരീത് പൊട്ടമ്പുഴി ലൈവായിട്ട് നമ്മുടെ ഈ ചാനലിന്റെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്, 10 ചാക്ക് സിമന്റ്. ഇത് കൂടാതെ കഴിഞ്ഞ ദിവസം ഓഫർ ചെയ്ത സഹോദരിമാരും പൈസ തന്നിട്ടുണ്ട്. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ മരിച്ചുപോയവർക്ക് ദുആ ചെയ്യാനും ഭർത്താക്കന്മാരുടെ രോഗം ശരിയാക്കാൻ വേണ്ടിയും മരിച്ചുപോയവർക്ക് വേണ്ടിയും കൂടാതെ കുട്ടികൾ ഹാഫിളാകാൻ വേണ്ടിയും എല്ലാം വേണ്ടിയാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെ ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഇതൊക്കെയാണ് പറഞ്ഞത്. അല്ലാഹു സ്വീകരിക്കട്ടെ. പറഞ്ഞ കാര്യങ്ങളൊക്കെ പടച്ചു തമ്പുരാൻ വീട്ടിൽ കൊടുക്കട്ടെ. ഞാൻ ഈ ഭാഗത്ത് എവിടെ വന്നാലും ലാഹയിൽ വന്നാലും മലയാളത്തിൽ എപ്പോഴും ഓടിയെന്ന സഹോദരൻ ഫരീദ് കുട്ടി എന്ന പ്രിയപ്പെട്ടവർ ആ ബിസിനസ്സിൽ അള്ളാഹു വലിയ വർധനവും ബറക്കത്തും റാഹത്തും ഉയർച്ചയൊക്കെ കൊടുക്കട്ടെ. ആ കുടുംബത്തിന്റെ വിഷമങ്ങൾ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. 10 ചാക്കറ്റ് സെമന് ലൈവിലൂടെ പറഞ്ഞ സഹോദരൻ അള്ളാഹുവെ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ തുമ്പുരാന്. റഷീദ് വലിയ കാലായിൽ 10000 രൂപ അള്ളാഹുവെ സ്വീകരിക്കണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. എന്തെല്ലാം ആശകളോടെ അഭിലാഷങ്ങളോടെ പറഞ്ഞു പോ നീ ഏറ്റെടുക്കണേ അല്ലാ. പരിശുദ്ധരായ നിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞറിഞ്ഞ അനുഗ്രഹീതമാണ് മജ്ലിസാണല്ലാ. ആ മുത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവിടത്തേക്ക് ഞങ്ങൾ ചെയ്ത അനുഗ്രഹീതമായ സ്വലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് തമ്പുരാൻ ഈ സദസ്സിന്റെ ദുആകളെ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ പേര് വായിച്ച ഓരോ മനസ്സിന്റെയും മനസ്സിൽ എന്തെല്ലാം ആശകളാ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. അവരിന്ന് മരണപ്പെട്ടു പോയി വരുന്ന ബർസഖിലാണ് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും ചരിഞ്ഞു കൊടുക്കണേ തുമ്പുരാന്. റഷീദ് വലിയ കാലയിൽ അല്ലാഹുവേ എന്തെല്ലാം ആശകളാ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ ഉപകാരമുള്ള സ്വതക്കയാക്കി അല്ലാഹുവേ ഈ സദസ്സിൽ ഉത്തരം ചെയ്യണ ഒരാളെയും വൃഥാവിലാക്കല്ല അല്ലാ, പാഴാക്കല്ല അല്ലാ. എല്ലാവിധ അനുഗ്രഹങ്ങളും നീ മുത്തിന്റെ ബറക്കത്തിനാൽ, ലോകത്തുള്ള സർവാനുഗ്രഹങ്ങളും മുത്തിന്റെ ബറക്കത്താ ഈ സദസ്സിലൊന്ന് പ്രതികരിച്ചതിന്റെ പേരിലോ ഒരാൾക്കും ഒരു നഷ്ടമാക്കല്ല അല്ലാ. ഉദ്ദേശങ്ങളെല്ലാം നീ ചൊരിച്ചു കൊടുക്കണേ അല്ലാ. ബറക്കത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരൻ 5000.
ലൈവ് കണ്ടുകൊണ്ടിരുന്ന സഹോദരൻ 5000 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ലൈവിലൂടെ ആ പൊന്നുമോനെ മുത്തിന്റെ മധു കേൾക്കാൻ ഓടി വന്നതാ. ആ പൊന്നുമോനെന്ന് സ്വതക്ക ചെയ്യുമ്പോ ആ പൊന്നുമോന്റെ മനസ്സിൽ എന്തെല്ലാം ആശകളാ, അഭിലാഷങ്ങളോ പൂവണിയിച്ച് കൊടുക്കണേ അല്ലോ. എന്തെല്ലാം ഉദ്ദേശങ്ങളാണ് സഫലമാക്കി കൊടുക്കണേ അല്ലോ. എന്തെല്ലാം വിഷമങ്ങളാണ് പ്രയാസങ്ങളോ പരിഹരിച്ചു നൽകണേ അല്ലോ. അല്ലാഹുവേ ഈ രാത്രി എന്നെ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കണ ആയിരങ്ങളുണ്ട്, ഓരോരുത്തരുടെ വിഷമങ്ങളും പരിഹരിക്കണേ അല്ലാ. വിദേശത്തുള്ള യാത്രകളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, തുടക്കം വരുത്തല്ല അല്ലാ. പടച്ചവനെ വിവാഹപ്രായമെത്തിയ നാട്ടിലും വിദേശത്തുമുള്ള സർവർക്കുമല്ലാ അനുയോജ്യരാണ് ഇണകൾ നൽകണേ അല്ലാ. ബറക്കത്ത് റസൂലില്ലാ. ഇനി ആരുണ്ടോ? പെട്ടെന്നാവണം. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമുക്ക് ദുആയിലേക്ക് കിടക്കാൻ ഇൻഷാ അല്ലാഹ്.